वचन की सेवकाई की ओर बढ़ेंगे। हालेलुया, गॉड ब्लेस अस। കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का नाम आज के समय पर ऊंचा होने पाए। എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. आप सभी लोगों को प्रभु यीशु मसीह के नाम से मेरा प्रेम वंदन को मैं अर्पण करता हूं। വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. एक और पवित्र रविवार परमेश्वर ने हम लोगों को जो दिया है इसके लिए खुदा का धन्यवाद। നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാധ്യമല്ല. വീണ്ടും കർണാടകയിൽ ജൂൺ മാസം 7-ാം തീയതി വരെ ലോക്ക്ഡൌൺ നീട്ടിയതായി നാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. हम जानते हैं कि जून 7 तक वापस कर्नाटका के अंदर लॉकडाउन को उन्होंने बढ़ा दिया है। പക്ഷേ നമുക്ക് ഇപ്രകാരം സംവിധാനം തന്ന ദൈവത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. लेकिन ऐसे संविधान जो परमेश्वर ने हमको दिया है इसके लिए खुदा बाप का धन्यवाद करना चाहता हूं। അതുകൊണ്ട് ദൈവമക്കൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്നും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. इसलिए परमेश्वर के जनों को एक साथ जहां पर भी हम बैठे हैं मिलकर आराधना करने के लिए परमेश्वर हमें वो सौभाग्य देता है। സാഹചര്യങ്ങൾക്കനുസരിച്ച് ആരാധന നഷ്ടപ്പെട്ടു പോകുന്ന, വിശ്വാസം ചോർന്നു പോകുന്നവരല്ല ദൈവമക്കൾ. ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ് ആത്മാവ് പ്രാപിച്ച ദൈവമക്കൾ. मेरे प्रियो, परिस्थितियों के अंदर आराधना को भूलने वाले लोग नहीं है आत्मिक लोग या मैं और आप, बल्कि हमारे हर एक परिस्थितियों के बीच में परमेश्वर की आराधना करने के लिए आगे रहने वाले लोग हैं मैं और आप। ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നമേ ക്രിസ്തുയേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. പക്ഷെ 50-ാം ദിവസം അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിന് 50-ാം ദിവസം മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം ദൈവം അവിടെ പകരുവാനിടയായി തീർന്നു. मैं आप लोगों को कहना चाहता हूं कि यीशु मसीह मारे गए, गाड़े गए, उनका पुनरुत्थान होने के बाद 40 दिन चेले लोगों के साथ थे और जब वे उठाए गए 50वें दिन वो है यीशु मसीह का जी उठने का, पुनरुत्थान होने का 50वें दिन में परमेश्वर की आत्मा वो बादलों की ओर से वो 120 लोग जो 18 में बैठे थे उनके ऊपर जो वायदा किया गया था पवित्र आत्मा उतर के आया। ക്രിസ്തീയ സഭ ഉടലെടുത്തത് തീക്കകത്താണെങ്കിൽ പ്രകാരം പറയട്ടെ, തീക്കകത്ത് കുരുത്തത് വെയിലത്ത് വാടുകയില്ല. मेरे प्रियो, मैं आपसे कहना चाहता हूं, ध्यान से सुनने पाए, अगर मसीही लोग आग की अवस्थाओं में से निकलकर सोना बन जाते हैं तो मैं आपको कहना चाहता हूं कि जो आग के अंदर से गुजरते हैं वे लोग ये साधारण धूप में नहीं पिघल जाएंगे। പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് ഒരു കാര്യം അറിയാം, ഏതു സാഹചര്യത്തിലും ദൈവത്തെ പാടി പുകഴ്ത്തുവാൻ അവർക്ക് കഴിയും. पवित्र आत्मा के सामर्थ्य को प्राप्त किए हुए लोग एक बात कह पाएंगे कि कोई भी अवस्था क्यों ना हो हम परमेश्वर की आराधना कर पाएंगे। ക്രിസ്തീയ സഭ ചരിത്രം എന്ന് പറയുന്നത് പ്രതികൂലങ്ങൾ നടുവിലാണ് എന്നും ക്രിസ്തീയ സഭ വളർന്നിട്ടുള്ളത്. मेरे प्रियो, मसीही लोगों का चरित्र हम जानते हैं कि प्रतिकूल के बीच में मसीही कलीसिया, मसीही लोग बड़े हुए हैं। ഈ പ്രതികൂലങ്ങൾ നമ്മെ തളർത്തുകയില്ല, ഈ പ്രശ്നങ്ങൾ നമ്മെ തളർത്തുകയില്ല. നമുക്ക് ഒരു കാര്യം നന്നായി അറിയാം, ഇതിന്റെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവനോടെ ഉണ്ട്. मेरे प्रियो, प्रतिकूल मुझे और आपको नहीं थकाएगा, प्रश्न, संकट, संकोच मुझे और आपको नहीं थकाएगा, क्योंकि मैं और आप विश्वास से बोलने वाली एक बात है, इन सभी के बीच में जीविता परमेश्वर हमारे साथ है। ഹല്ലേലൂയ, हालेलुया। ദൈവിക വാഗ്ദത്തം അല്ലെങ്കിൽ വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവം എന്ന വിഷയമാണ് നാം കഴിഞ്ഞ ആഴ്ച മുതൽ ചിന്തിച്ചു തുടങ്ങിയത്. वायदा पूरा करने वाले एक परमेश्वर के बारे में उस विषय में मैं और आप चिंता कर रहे थे। പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിലും പകരപ്പെട്ട ആത്മാവിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു, പിതാവിന്റെ വാഗ്ദത്തമായിരുന്നു. അത് പുത്രൻ അല്ലിയ പിതാവിനോട് വാങ്ങി അയച്ചു തന്നതാണ് നിങ്ങൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് പറയുവാനിടയായി തീരുകയുണ്ടായി. हम दूसरे अध्याय के अंदर प्रेरित पत्रस खड़े होकर इस प्रकार जरूर बोले कि यह परमेश्वर के वायदा था। कौन सा? परमेश्वर की आत्मा सभियों के ऊपर उंडेलना परमेश्वर के वायदा था और खुदा का समय के अनुसार वो वायदा वे पूरा हुआ है। വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ് എന്ന് പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നു. पत्र से भी बोलते हुए हम सुनते हैं कि वायदा आपका और आपके संतानों का है, कर ये खुदा का आत्मा के द्वारा पत्रस कहता है। ദൈവിക വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തം കേട്ടിരിക്കുന്ന വ്യക്തികളോടാണ്, സഭയോടാണ് ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് സംസാരിക്കാനുള്ളത്. परमेश्वर की आत्मा के लिए खोजी रहने वाले, भूखे रहने वाले कलीसिया के लोगों से ही परमेश्वर की आत्मा को आज बातें करने को है। കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അതേ വിഷയത്തിലേക്ക് കടക്കുന്നു.
യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 45-ാമത്തെ വാക്യം പറയുന്നു, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിർത്തിയായി. Not one of the good promises which the Lord had made to the house of Israel failed. All came to pass. യോശുവ 21:45 പറയുന്നു, എല്ലാ വാഗ്ദാനങ്ങളും നിവർത്തിയായി. मेरे प्रिय यहोशू का पुस्तक 21वीं अध्याय उसका 45वां वाक्य पिछले हफ्ते जैसे हम लोग पढ़कर आरंभ किए, उसी वाक्य को आज भी हम पढ़ना चाहते हैं. जितनी भलाइयां की बातें यहोवा ने इजराइल के घराने से कही थी, उनमें से कोई भी बातें ना छूटी, सब की सब पूरी हुई. അപ്പം എങ്ങനെയാണ് വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്, അതിനെതിരെ ഒരു കോമൺ ശത്രുവുണ്ടോ എന്ന് വരെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. मेरे प्रियो, हमने पिछले हफ्ते तक सुना कि परमेश्वर की वायदा क्या है और परमेश्वर की वायदा के खिलाफ हमेशा एक शत्रु उठती है करके हमने ध्यान किया. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു തലമുറ കൊണ്ട് സംഭവിക്കേണ്ടതുണ്ടോ, ചില തലമുറകൾ എടുത്ത് സംഭവിക്കേണ്ടതുണ്ടോ, കാലങ്ങൾ എടുത്ത് സംഭവിക്കേണ്ടതുണ്ടോ, പെട്ടെന്ന് സംഭവിക്കേണ്ടതുണ്ടോ. पिछले हफ्ते ये भी सुने कि परमेश्वर की वायदा एक ही पीढ़ी में होने का है, शायद आने वाले पीढ़ियों में होने का है, समय के साथ साथ होने वाले हैं, कई सीजन्स में होने वाले, कई प्रकार की रीतियों में हम लोगों ने परमेश्वर की वायदा और उसके पूर्तिकरण को हमने ध्यान किया. വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സിലെ വ്യക്തിയെക്കുറിച്ചോ സഭയെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഉള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നമാണ് അല്ലെങ്കിൽ പ്ലാനാണ്. वायदा बोलने से परमेश्वर के जनों के बारे में, कलीसिया के बारे में, खुदा का दुल्हन रहने वाले मेरे और आपके बारे में रहने वाला परमेश्वर का उद्देश्य और प्लान है खुदा का वायदा. വാഗ്ദത്തം കൈമാറുന്നത് ഒരുപക്ഷെ സ്വപ്നത്തിൽ കൂടി അല്ലെങ്കിൽ ദർശനത്തിൽ കൂടി അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ കൂടി, അതുമല്ലെങ്കിൽ ദൈവ വചനത്തിൽ കൂടി ആയിരിക്കും എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. हमने पिछले हफ्ते ये भी चिंता किया कि वायदा कैसे ट्रांसफर किया जाता है लोगों की ओर, या तो सपनों के जरिए या दर्शन के जरिए या भविष्यवक्ता के जरिए वायदों को ट्रांसफर किया जाता है. പക്ഷേ ഇതെല്ലാം ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും എന്നുകൂടെ ചിന്തിക്കേണ്ടതായി. लेकिन ये सभी कुछ परमेश्वर के वचन के आधार पर ही होगा करके भी हमने चिंता किया. അപ്പം എന്നിട്ട് നാം ചിന്തിച്ചു, ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നടക്കാതിരിക്കുവാൻ തക്കവണ്ണം പോരടിക്കുന്ന ഒരു ശത്രുവുണ്ടോ. हम जानते हैं कि परमेश्वर की वायदाएं जनों के, लोगों के जीवन में ना होने जैसा उसके खिलाफ उठने वाले कई शत्रु की शक्तियां हैं. നമ്മൾ ചിന്തിച്ചതോ യേശു ജനിച്ചു, അവിടെയാണ് നാം നിർത്തിയതോ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ൽ ജീസസ് വാസ് ബോൺ എന്ന് വായിച്ചോ ചിന്തിച്ചാണ് നാം നിർത്തിയത്. मत्ती सुसमाचार 2 अध्याय की ओर जाकर यीशु मसीह जन्मे करके उस बात की ओर ध्यान कर हमने पिछले हफ्ते को रोका था. അതിന്റെ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം തന്നെ ഏദൻ തോട്ടത്തിൽ പ്രവചിച്ചതാണ് എന്ന് നാം ചിന്തിക്കുകയായി. और यीशु मसीह के जन्म के बारे में रहने वाली वायदा यीशु परमेश्वर पिता परमेश्वर ने उत्पत्ति के पुस्तक के 3 अध्याय के अंदर ही कलीसिया के लिए, लोगों के लिए, मानव जाति के लिए किया था करके हम देखते हैं. സോ ആ വാഗ്ദത്തം അന്ന് അവിടെ വീഴുമ്പോൾ ആദമും ഹവ്വയും മാത്രമായിരുന്നു ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്, ദൈവം കൂടാതെ. പക്ഷേ ആത്മമണ്ഡലത്തിൽ ആ വാഗ്ദത്തത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന, അതിനോട് എതിർക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഉണ്ടായിരുന്നു. मेरे प्रियो, हम जानते हैं कि वो एदन की वाटिका में सिर्फ आदम और हव्वा थे जब परमेश्वर ने ये वायदा को बोला था, लेकिन वो सुनने वाला एक और व्यक्ति, वो शैतान भी वहां पर था करके हम देखते हैं. സോ വാഗ്ദത്തത്തിന് ഒരു പോരാട്ടമുണ്ടോ അല്ലെങ്കിൽ ഒരു കോമൺ ശത്രുവുണ്ടോ, അത് നാം പ്രാപിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം അതിനെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ഒരു ശക്തി. तो वायदा ना पूरा होने जैसा व्यापार करने वाले, खिलाफ उठने वाले एक शत्रु की युक्तियां भी हैं करके हम पिछले हफ्ते खुदा की वचन की ओर से ध्यान कर पाए. അതൊന്നുകൂടി മനസ്സിലാക്കുവാൻ 1-2 വചനങ്ങളിൽ കൂടി 1-2 ആശയങ്ങൾ കൈമാറി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. और जरा सा समझने के लिए, गहराई में जाने के लिए क्यों ना मैं और आप 1 और 2 वचनों की ओर बढ़े. 1 കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നുണ്ടോ, पहली कोरिन्थियों की पत्रिका 16वीं अध्याय के अंदर प्रेरित पौलुस इस प्रकार कहते हैं, എനിക്കോ വലിയതും സബലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, പക്ഷേ എതിരാളികളും പലരുണ്ടോ. पहली कोरिन्थियों की पत्रिका 16वीं अध्याय उसकी 9वीं आयत इस प्रकार प्रेरित पौलुस कलीसिया के लिए, कोरिन्थियों के लिए कहता है कि क्योंकि मेरे लिए वहां एक बड़ा और उपयोगी द्वार खुला है और विरोधी बहुत से हैं.
അപ്പൊ ഇവിടെ പറയുന്നു വലിയതും സബലവുമായ ഒരു വാതിലാണ് എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്, പക്ഷേ അതിനെ അടച്ചു കളയുവാൻ നോക്കുന്ന, അതെനിക്ക് വേണ്ടി തുറന്ന് ഇരിക്കാതിരിക്കുവാനായി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അവിടെ കടന്നു ചെല്ലാതിരിക്കുവാനായി നോക്കുന്ന എതിരാളികൾ പലരുണ്ട്. यहाँ पर देखने पर पौलुस कहता है मेरे लिए बड़ा और उपयोगी द्वार खुला है, लेकिन विरोधियां उसके खिलाफ भी बहुत अधिक हैं. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുൻപിൽ ഒരു വാതിൽ തുറക്കുമ്പോൾ തുറന്ന വാതിലിനെ അടച്ചു കളയുവാൻ ആത്മമണ്ഡലത്തിൽ, അദൃശ്യമണ്ഡലത്തിൽ പോരടിക്കുന്ന ചില പോരാട്ട ശക്തികൾ ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നേറണം എന്നാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. यहाँ पर हम ये बात समझते हैं कि मेरे और आपके ऊंचाई के बढ़ोतरी के खिलाफ हमेशा हमेशा एक प्रकार का लड़ाई और विरोधियों की शक्तियां जरूर होंगे, और उन विरोधियों के खिलाफ मैं और आप आत्मा में, प्रार्थना में जागृत होते हुए लड़ाई लड़कर आगे जीत कर बढ़ना जरूरी है. മറ്റൊരാശയം കൂടി നിങ്ങൾ മുൻപിൽ വയ്ക്കുവാൻ एक ആഗ്രഹിക്കുന്നു. और आशय मैं आप लोग के सामने ले आना चाहता ഒന്ന് हूं. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 18, അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. पहली थिस्सलुनीयों की पत्रिका 2 उसकी 18वीं आयत में प्रेरित पौलुस थिस्सलुनीयों की कलीसिया को कहने वाली एक बात है. നിങ്ങളുടെ അടുക്കൽ വരുവാൻ 1-2 പ്രാവശ്യം വിശേഷാൽ പൗലോസ് എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു എന്ന് പറഞ്ഞൊരു ആശയം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. उन्होंने इस प्रकार कहा है कि 1 या 2 बार तुम्हारे पास आना चाहा, परंतु शैतान हमें रोके रहा करके हम एक आशय को देखते हैं. സോ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം മനുഷ്യരിൽ കൂടി ദൈവം ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ പോരാട്ടവുമായി നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലത്തെ ഇവിടെ നാം കാണുന്നു. मेरे प्रियो, परमेश्वर जब अपने जनों के जीवन में कुछ अद्भुत, कुछ छुटकारे की काम करना चाहता है, उसके विरोध में जरूर, ताकि मैं और आप उस वायदे को अनुभव ना कर पाए, शत्रु की शक्तियां उठते हैं. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വാഗ്ദത്തം ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള പദ്ധതിയാണ്, അത് പ്രാപിച്ചെടുക്കേണ്ടത് നാമാണ്. मेरे प्रियो, मैंने जैसे पहले कहा, वायदा परमेश्वर का हमारे लिए रहने वाला एक उद्देश्य है, और उसको प्राप्त करना मेरा और आपका कर्तव्य है. നമ്മെ കുറിച്ചോ നമ്മുടെ കുടുംബത്തെ കുറിച്ചോ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മിൽ കൂടി ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന, അതാണ് വാഗ്ദത്തമായി ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. हमारे जरिए, हमारे लिए या हमारे संतानों के लिए रहने वाला खुदा का वायदा ये अनिवार्य है कि मैं और आप उसको प्राप्त करें. ശ്രദ്ധിക്കണമേ, ഈ യോശുവയുടെ പുസ്തകം തന്നെ 2-ാം അധ്യായത്തിൽ 43-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. यहोशू का पुस्तक 2 अध्याय उसके 43rd आयत इस प्रकार कहता है, യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അടുത്ത വാക്യം പറയുന്നു, അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. वहां पर इस प्रकार कहते हैं कि परमेश्वर ने उनको दिया हुआ वायदे की भूमि की उन्होंने प्रवेश किया, और उसके अंदर वे लोग वास किए. And they possessed it and lived in it. അവർ അത് കൈവശമാക്കി. 2:43, അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു എന്ന് എഴുതിയിരിക്കുന്നു. इस्राएलियों को वह सारा देश दिया जिसे उन्हें उनके पूर्वजों से शपथ खाकर देने को कहा था, और वे उसके अधिकारी होकर उसमें बस गए. मेरे प्रियो, वो 21 का 43 है, 2 का नहीं बल्कि 21 का 43. സോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ അത് കൈവശമാക്കി. They possessed it. वे लोग उसको प्राप्त किए, उसको पोजेस किए करके हम देखते हैं. ശ്രദ്ധിക്കണം, വാഗ്ദത്തം ദൈവമാണ് അവർക്ക് കൊടുത്തത്. देखिए, वायदा परमेश्वर ने उनको दिया है, പക്ഷേ അവർ അത് കൈവശമാക്കുകയാണ് ചെയ്തത്. लेकिन वे लोग उसको पोजेस किए हैं या हाँ। उसको प्राप्त किए हैं. ആ വാഗ്ദത്തം കൈവശമാക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ കൂടെ ഇരുന്നു. और वो वायदा वे लोग प्राप्त करने के लिए परमेश्वर उनके साथ रहा. ദൈവം അത് എടുത്ത്, അല്ലെങ്കിൽ ആ രാജ്യത്തെ, അല്ലെങ്കിൽ ആ രാജ്യത്തു നിന്ന് ദൈവം മറ്റുള്ള ജാതികളെ മാറ്റി അവരെ കൊണ്ട് സുഖമായി പാർപ്പിക്കുകയായിരുന്നില്ല. परमेश्वर उनको जातियों की ओर से निकालकर एक दूसरे देश में ले जाकर ऐसे रख नहीं रहे थे. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തെ യുദ്ധം ചെയ്ത് അവർ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. परमेश्वर ने उनको वायदा किया वो भूमि, ध्यान करे, वे लोग लड़ाई कर कर उस वायदे के भूमि की ओर वे लोग प्रवेश किए. ഇവിടെ ഞാൻ ആത്മമണ്ഡലത്തിലെ യുദ്ധമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. मैं यहाँ पर आत्मिक मंडल की लड़ाई के बारे में यहाँ पर उद्देश्य कर അവിടെ रहा हूँ. ഫിസിക്കൽ റിലത്തിലാണ് യുദ്ധം നടന്നത്. वहां पर फिजिकल रिलम में या इस संसारिक भूमि में वहां पर लड़ाई हुआ. ഇന്നും നമുക്കറിയാം, വാഗ്ദത്ത ദേശത്ത് നിന്ന് അവരെ
തകർത്തു കളയുവാൻ, ഉന്മൂലനാശം ചെയ്തു കളയുവാൻ ഇന്നും ആ വാഗ്ദത്ത ദേശത്തിനെതിരെ ഫിസിക്കൽ തലത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. आज भी हम जानते हैं कि वायदे के खिलाफ फिजिकल रिलम में आज भी लड़ाइयां चल रहे हैं उनके वायदे के खिलाफ. പക്ഷേ എന്തുകൊണ്ടാണ് അവർ നശിക്കാതെ ഇന്നും നിൽക്കുന്നത്? കാരണം അവർ വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി ആയതുകൊണ്ടാണ്. आज भी क्यों? लेकिन उनके ऊपर कोई भी जीत हासिल नहीं कर पा रहा, क्योंकि परमेश्वर का वायदा और परमेश्वर स्वयं उनके साथ है. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. खुदा प्रभु उनके लिए लड़ाई कर रहा है करके हम देखते हैं. അവർ ആ വാഗ്ദത്തം പ്രാപിക്കുകയാണ് ചെയ്തത്. इसलिए वे लोग उन वायदों को प्राप्त किए हैं. അത് അതിന്റെ ആശയം ഒന്നുകൂടി വെളിപ്പെടുത്തി തരാം. उसकी आशय में एक और बार मैं आपको समझाऊं. എബ്രായ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ इब्रानियों की पत्रिका 6वीं अध्याय उसी 11वीं वाक्य को जब पढ़ेंगे, അവിടെയും എഴുതിയിരിക്കുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനെ കുറിച്ച് പ്രകാരമാണ്. वहां पर भी लिखा है विश्वासियों का पिता रहने वाले अब्राहम के बारे में इस प्रकार लिखा है. ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. वायदे के विषय को अनेक समय तक पेशेंस के साथ वो प्राप्त किया करे खुदा का वचन कहता है. അവിടെയും അബ്രാഹാം വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിക്കുകയായിരുന്നു. वहां पर भी अब्राहम विश्वास से उसको प्राप्त किया करके हम देखते हैं. ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന നമ്മുടെ വ്യക്തിത്വങ്ങളോടാകട്ടെ, കുടുംബത്തോടാകട്ടെ, സഭയോടാകട്ടെ, ദൈവം വാഗ്ദത്തം ചെയ്യുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാനുള്ള ഉത്തരവാദിത്വം വാഗ്ദത്തം കേൾക്കുന്ന വ്യക്തിക്ക്, സഭയ്ക്കാണ്. परमेश्वर हमें देने वाले वायदों को प्राप्त करने का उत्तरदायित्व मेरा और आपका या कलीसिया का है करके ना भूलने पाए. പക്ഷേ വാഗ്ദത്തം അത്ര ഈസിയായി അനായാസമായി പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല. लेकिन ये सारे वायदाएं मेरे प्रिय इतना इजी तौर से या सिंपल तौर से प्राप्त नहीं कर पाएंगे. വലിയ വാഗ്ദത്തമാണോ, വലിയ പോരാട്ടം ഉണ്ടായിരിക്കും. अगर बड़ा वायदा है तो कई सारे विरोधी आपके खिलाफ जरूर उठेंगे. ഇന്ന് വാഗ്ദത്തത്തെ കേട്ട അനേകർ എന്റെ മുൻപിലുണ്ട്. വിവിധ വിഷയങ്ങളിൽ ആ വാഗ്ദത്തം പ്രാപിക്കാതെ പോയത് ഏത് മണ്ഡലത്തിലാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. मेरे प्रिय वायदे को किस रीति से हम प्राप्त कर सकते हैं, कितने विरोधी हमारे खिलाफ जब उठेंगे तो कैसे जीत सकते हैं, उस विषय में मैं आप लोगों के साथ बातें करना चाहता हूं. ഈ ആശയങ്ങൾ പരിശുദ്ധാത്മാവിൽ കൂടി നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ വിജയം പ്രാപിക്കും എന്ന് ഞാൻ പൂർണ്ണമായി ये വിശ്വസിക്കുന്നു. आशय जब मैं पवित्र आत्मा के तौर से मैं आप लोगों के सामने जब रखूंगा तो मैं जरूर निश्चय इस तौर से विश्वास करता हूं कि आप लोग आपके वायदों को प्राप्त कर पाएंगे. നമ്മുടെ ആ ചിന്തകളെ ഉൽപ്പത്തിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. हमारी चिंता को आइए मैं आपको उत्पत्ति की ओर ले चलना चाहता हूं. 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി നിന്നുകൊണ്ട് ആദമിനോടും ഹവ്വയോടും ചെയ്ത വാഗ്ദത്തമാണ് സ്ത്രീയുടെ സന്തതി പിശാചോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ ചവിട്ടുമെന്നുള്ള ഒരു വാഗ്ദത്തം ദൈവം അവിടെ മാനവജാതിയുടെ രക്ഷയ്ക്കായി വീണ്ടെടുപ്പിനായി കൈമാറി. यहाँ पर परमेश्वर ने मानव जाति के उद्धार के लिए इस प्रकार का एक वायदा उन लोगों को और हव्वा को, और उस समय पर परमेश्वर इस प्रकार कहा कि स्त्री के संतान सर्प के सर को कुचलेंगे और सर्प जो है उनके खिलाफ डसने के लिए हमेशा देखते रहेंगे. ഇവിടെ കേൾക്കുക, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. और मैं तेरे और से इस स्त्री के बीच में और तेरे वंश उसके वंश के बीच में बैर उत्पन्न करूंगा, वह तेरे सिर को कुचल डालेगा और तू उसकी एड़ी को डसेगा. ഇവിടെ നാം കാണുന്നത് ഫിസിക്കൽ രൂപത്തിൽ ഒരു പാമ്പിനെയാണ് നാം ഫിസിക്കൽ രൂപത്തിൽ കാണുന്നത്. यहाँ पर हम फिजिकल रूप में एक सर्प को देखते हैं. പക്ഷേ നമുക്കറിയാം ആ പാമ്പിന്റെ ശരീരം വീണുപോയ അല്ലെങ്കിൽ ദൈവസ്ഥലിൽ വെട്ടിക്കളഞ്ഞ പിശാച് അല്ലെങ്കിൽ ദൈവത്തിന് ശത്രുവായ സാത്താൻ കടം വാങ്ങി ഇപ്പോൾ അതിനകത്ത് കയറി പ്രവേശിച്ചവിടെ നിൽക്കുകയാണ്. लेकिन हम लोग सभी लोग जानते हैं कि परमेश्वर ने आकाश मंडल से गिराया हुआ शैतान जो है वो एक रूप धारण कर वो है सर्प का रूप को भाड़े में लेकर उसके अंदर प्रवेश कर अपने कामों को करते हुए हम देखते हैं. അപ്പൊ ഇവിടെ പാമ്പെന്ന ആ ജന്തുവിനും
അല്ലെങ്കിൽ പാമ്പിന്റെ സന്തതി പാമ്പായിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ പാമ്പിനും മനുഷ്യജാതിക്കും തമ്മിലുള്ള യുദ്ധത്തെയല്ല, മറിച്ചിവിടെ പൈശാചിക മണ്ഡലത്തിനും മനുഷ്യജാതിക്കും തമ്മിലുള്ള യുദ്ധത്തെയാണ് ദൈവം അവിടെ പറഞ്ഞത്. मेरे प्रिय, ये मानसिक तौर से नहीं लेने पाए, बल्कि इसकी आत्मिक रहस्य यही है कि वो सर्प के शरीर को धारण किया हुआ शैतान की शक्ति और परमेश्वर के संतानों के खिलाफ रहने वाली लड़ाई को हम यहाँ पर देखते हैं. അപ്പം ദൈവം പറഞ്ഞ എങ്ങനെയാണ്? പാമ്പിനോടാണ് പറയുന്നത്, പക്ഷേ പാമ്പിനകത്ത് കുടികൊള്ളുന്ന സാത്താന്യ ശക്തിയോടാണ് പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. परमेश्वर इस प्रकार कहता है, मैं तेरे और स्त्री के संतान के बीच में बैर को उत्पन्न करूंगा. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, और वे तेरे सिर को कुचल डालेगा, നീ അവന്റെ കുതികാൽ തകർക്കും. और तुम उसकी एड़ी को डसोगे. ഇത് മാനവജാതിയുടെ രക്ഷയ്ക്കായി പിറക്കുവാനിരിക്കുന്ന ദൈവിക പദ്ധതിയിലുള്ള യേശുവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദമാണ്. ये मानव जाति के लिए यीशु मसीह का उत्पन्न होने के बारे में रहने वाला एक वायदा है जो यहाँ पर हम देखते हैं. ഇത് കേട്ട അന്നു മുതൽ പിശാച് അവന്റെ പദ്ധതികൾ ആരംഭിച്ചു. ये जब से शैतान ने सुना, उस समय से ही शत्रु अपने हर एक प्लान को चालू किया. ദൈവം ഇത് വാഗ്ദത്തം ചെയ്തുമ്പോൾ വേദപുസ്തകം പറയുന്നു, ആദാമിനും ഹവ്വയ്ക്കും മക്കളില്ലായിരുന്നു. जब परमेश्वर ने यह वायदा किया था, आदम और हव्वा को कोई संतान नहीं थे. 4 അധ്യായത്തിലാണ് ആദം ഹവ്വയെ പരിഗ്രഹിക്കുന്നതും ആദ്യ സന്താനമായ കയീൻ ജനിക്കുന്നതും. 4वीं अध्याय में आदम और हव्वा एक साथ मिलते हैं और उनका पहला संतान कयीन उत्पन्न होता है. പിന്നെയാണ് രണ്ടാമത്തെ സന്താനമായ ഹാബേൽ ജനിക്കുന്നത്. उसके बाद ही उसका दूसरा संतान हाबेल का उत्पन्न होने के बारे में हम पढ़ते പക്ഷെ हैं. നമുക്കറിയാം 4 അധ്യായത്തിൽ തന്നെ ഇതാ കയീൻ ഹാബേലിനെ കൊന്നുകളയുന്നു. लेकिन हम जानते हैं उसी 4वीं अध्याय के अंदर कयीन हाबेल को मार डालता है. എന്താണ് ഇതിന്റെ കാരണം? कारण क्या है? ഇവിടെ ശ്രദ്ധിക്കണമേ, ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. परमेश्वर हाबेल में और हाबेल ने चढ़ाए हुआ बैल में परमेश्वर ने सैक्रिफाइस में खुदा परमेश्वर प्रसन्न हुआ. ദൈവം കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. परमेश्वर कयीन और कयीन ने चढ़ाया हुआ बलि के ऊपर परमेश्वर प्रसन्न नहीं हुआ. നമ്മൾ പല ആശയങ്ങൾ കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച്. कई आशय को हमने सुना है इसके നമ്മൾ ഇതിനെ കേട്ടിട്ടുണ്ടോ? രക്തച്ചൊരിച്ചിൽ നടന്നില്ല, അതുകൊണ്ടാണ് കയീനിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്. കാരണം ഹാബേല് രക്തം ചൊരിഞ്ഞു ഒരു ആരാധന കഴിച്ചു, ഇവിടെ രക്തം ചൊരിയാതെ ഒരു ആരാധനയാണ് കയീൻ കഴിച്ചത്, അതുകൊണ്ടാണ് പ്രസാദിക്കാതിരുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള പല ആശയങ്ങൾ കേട്ടിട്ടുണ്ടോ? कई आशयों को हमने सुना है, क्योंकि हाबेल ने वहां पर जो है लहू बहाया, कयीन ने वहां पर कोई मेमने का लहू नहीं बहाया, इसीलिए प्रसन्न नहीं हुआ. कई प्रकार के आशय को हम वहां पर सुनते हैं. പിന്നെ ആബേൽ കൊണ്ടുവന്നത് ഒരു ജീവനുള്ള ആരാധനയായിരുന്നു, കാരണം ജീവനുള്ള ഒരു മൃഗത്തെയായിരുന്നു. കയീൻ കൊണ്ടുവന്നത് താൻ കൃഷിക്കാരനായതുകൊണ്ട് കൃഷിയുടെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്ത് ജീവനുണ്ടായിരുന്നു. അപ്പം ജീവനുള്ള ആരാധനയും ജീവനില്ലാത്ത ആരാധനയും എന്ന ആശയം നാം കേട്ടിട്ടുണ്ട്. हमने ये भी आशय सुना है कि हाबेल जो लेके आया एक जीवन रहने वाली आराधना था, क्योंकि मेमने में जीवन है, कयीन जीवन ना रहने वाली आराधना ले. कई प्रकार की आशय को ऐसे हम सुनते हैं. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആശയം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर की आत्मा ने मुझे बतलाया हुआ एक बात मैं आप लोगों के पास ले आऊं. 4 അധ്യായത്തിലെ 7 വാക്യത്തിൽ യഹോവയായ ദൈവം കയീനോട് ശബ്ദം ചോദിക്കുന്നു. 4वीं अध्याय की 7वीं आयत में यहोवा परमेश्वर कयीन से पूछता है, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്തോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? यदि तू भला करे तो क्या तेरी भेंट ग्रहण ना की जाएगी, और यदि तू भला ना करे तो पाप द्वार पर छिपा रहता है. അപ്പൊ ഈ കയീൻ എന്ന വ്യക്തിയിൽ ഒരു നന്മ കാണുവാനില്ലായിരുന്നു. मेरे प्रियो, कयीन रहने वाले इस व्यक्ति में कोई भलाई नहीं थी. അപ്പൊ ഇവൻ ആരാധിക്കുവാൻ ചെന്ന മനോഭാവത്തിനകത്ത് നിന്ന് തന്നെ ദൈവത്തിന്റെ കാര്യം മനസ്സിലായി. ഇവന്റെ ആരാധനയുടെ
മനോഭാവം നന്മയിൽ നിന്നല്ലെന്ന്. मेरे प्रियो, परमेश्वर जानता था कि कैन जब आराधना के लिए आया था उसका मनोभावना एक सही या सच्चा मनोभावना नहीं था. ഇവനകത്തൊരു നന്മ കാണുവാനില്ല. इसकी अंदर एक अच्छाई या भलाई देखने के लिए नहीं है. ഇവന്റെ അകത്ത് ഒരു നന്മ പ്രവർത്തിയില്ല. इसकी अंदर एक भलाई का काम नहीं है. ദൈവവൈതലെ, ഞായറാഴ്ച എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. നമ്മുടെ അകത്തുമൊക്കെ ഇതുപോലെയുള്ള നന്മയും നന്മ പ്രവർത്തികളും ഒക്കെ ഉണ്ടാകണം കേട്ടോ. इस रविवार को कैसे भी करके उठकर आराधना के लिए मत बैठो मेरे प्रियो, बल्कि हमारी अंदर भी भलाइयां, भलाई के सोच होना जरूरी है. ഇന്നലെ വൈകിട്ട് ഞാനൊരു ഗ്ലോബൽ മീറ്റിംഗിലായിരുന്നു, ഒരു ഗ്ലോബൽ പ്രെയർ മീറ്റിംഗിലായിരുന്നു. कल शाम को एक ग्लोबल प्रेयर मीटिंग में मैं था. സോ ഓൾറെഡി ആരെ എന്തോ ചെയ്യണമെന്ന് അതിന്റെ നേതൃത്വം വഹിക്കുന്നവർ ഓൾറെഡി അതിന്റെ പോസ്റ്റുകൾ എഴുതി ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. कौन किस विभाग में क्या करेंगे करके नेतृत्व करने वाले लोग ऑलरेडी पोस्टर भेजे थे. സോ ഇതിനിടയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ വിളിക്കുകയാണ്. उसके बीच में प्रार्थना करने के लिए एक व्यक्ति बुला रहे थे. സോ അവര് അത് ആക്ച്വലി അവര് സൂമിൽ ഇരുന്നത് വീഡിയോ ഓൺ ചെയ്യാതെ ഓഫ് ചെയ്തായിരുന്നത്. जूम में वे लोग वीडियो ऑफ कर बैठे थे. സോ ഒരു 3-4 പ്രാവശ്യം ഒരു 4 മിനിറ്റ് എങ്കിലും എടുത്ത് ഇവരെ വിളിക്കുന്നു. ഇവർ കേൾക്കുന്ന പോലും ഒരു ശബ്ദം പോലും പറയുന്നില്ല. 2-3 बार उनको बुलाए तो ये लोग वो रिस्पॉन्ड नहीं कर रहे थे. ഓൾറെഡി അവരുടെ പേരുണ്ടായിരുന്ന വിഷയം उस പ്രാർത്ഥിക്കുവാനായി. विषय प्रार्थना करने के लिए उनका नाम ऑलरेडी उसमें था. സോ എനിക്ക് മനസ്സിലായത് ഒന്ന്, मुझे समझ में आने वाली एक बात, അവർ ഈ സൂം ഒക്കെ ഓപ്പൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്യാതെ വേറെ എന്തോ കാര്യത്തിലായിരുന്നു. कई लोग जो है जूम ऑन करते हैं लेकिन वीडियो ऑफ कर अपने कामों में व्यस्त हो जाते हैं. അങ്ങനെ ഇന്നലെ സംഭവിച്ചത്. वैसे ही कल भी वो प्रार्थना में ഗ്ലോബൽ हुआ. പ്രെയർ മീറ്റിംഗിനാണ്. हमारा ग्लोबल प्रेयर मीटिंग था. ഇപ്പോൾ നടക്കുന്ന ഈ ആരാധന എങ്ങനെയാണ്? अभी होने वाला आराधना ऐसा है, പാസ്റ്ററുടെ കണ്ണ് വെട്ടിക്കുകയാണ്. पासवान लोगों की आंखों में धूल डालते हैं. സൂം ഓൺ ആണ്, जूम चालू है പക്ഷെ നിങ്ങൾ അവിടെ ഇല്ല. लेकिन आप नहीं है. പ്രൈസ് ദി ലോർഡ്. हालेलुया. ആരാധനയിൽ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ, आराधना में परमेश्वर प्रसन्न होना है तो നമ്മുടെ അകത്ത് സ്വഭാവങ്ങൾക്കൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടത് हमारी ആവശ്യമാണ്. अंदर हमारी मनोभावना और स्वभाव में बदलावट होना जरूरी है. ഓരോ ദൈവവചന ശുശ്രൂഷയും ദൈവത്തെ നന്നാക്കുവാനല്ല, മറിച്ച് നമ്മെ നന്നാക്കുവാനാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. हर एक वचन की सेवकाई परमेश्वर को बदलने के लिए नहीं है, बल्कि हमारी जीवन को बदलने के लिए है करके ना भूलने ഓരോ പ്രാർത്ഥനയും ഓരോ ഉപവാസവും ഓരോ ആരാധനയും ദൈവത്തെ നന്നാക്കുവാനല്ല, മറിച്ച് നമ്മെ हर നന്നാക്കുവാനാണ്. एक उपवास, हर एक प्रार्थना परमेश्वर को नहीं बल्कि मुझे और आपको बदलने के लिए है करके ना അപ്പൊ भूले. ഇവിടെ ദൈവം ചോദിക്കുകയാണ്, यहाँ पर परमेश्वर पूछता നീ है, നന്മ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിന്നിലും പ്രസാദം ഉണ്ടാകും, എനിക്ക് പക്ഷപാതമില്ല. तुम अगर भलाई करोगे तो मेरे को कोई प्रॉब्लम नहीं, मैं तुम में भी प्रसन्न हो എനിക്ക് जाऊंगा. ഹാബേലൊന്നുമില്ല, കയീനൊന്നുമില്ല. मुझे हाबेल करके नहीं है, कैन करके नहीं പക്ഷെ है, കയീന് നിന്റെ അകത്തൊരു നന്മ കാണാൻ. लेकिन कैन तेरे अंदर भलाई नहीं देखता. നീ കൊണ്ടുവന്ന അത് അടക്കയാകട്ടെ, അത് എന്തുമാകട്ടെ, നിന്റെ നിലത്തിലെ കൃഷിയുടെ ഫലത്തിൽ നിന്ന് കൊണ്ടുവന്നത്, കാരണം നീ കൃഷിക്കാരനാണ്. कैन तुमने जो लेके, क्योंकि तुम किसान होने के कारण तुम्हारे किसानी भूमि से मिलने वाले उपज को तुम लेके आए, कुछ भी क्यों ना हो, പക്ഷെ നിന്റെ അകത്ത് നന്മ കാണാനില്ല. लेकिन तेरे अंदर भलाई नहीं है. നിന്റെ മനോഭാവം ശരിയല്ല, तुम्हारा मनोभावना सही नहीं നിന്റെ है, അന്തർഗതം ശരിയല്ല. तुम्हारा सोच सही ना होने के അതുകൊണ്ട് कारण. യേശു പറഞ്ഞത് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. इसलिए यीशु मसीह ने कहा कि बलि पर नहीं बल्कि करुणा पर मैं प्रसन्न होता हूँ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, ദൈവം നാം കഴിക്കുന്ന ആരാധനയിൽ പ്രസാദിക്കുന്നതിന് മുന്നമേ ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടാകും. हम चढ़ाने वाले आराधना में प्रसन्न होने से पहले परमेश्वर हम में प्रसन्न होना है. ഞാൻ ആശ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. आशय बोलकर मैं आगे बढ़ना चाहता എന്റെ हूँ. വിഷയം ഭക്തത്വത്തിനുള്ള പോരാട്ടമാണ്. मेरा विषय जो है वायदा के खिलाफ रहने वाली आपकी हर एक लड़ाइयां है. സർപ്പത്തിന്റെ ശരീരം ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആദമിനെ മനുഷ്യരാശിയെ വഞ്ചിച്ച പിശാചിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. सर्प का शरीर को धारण करते हुए रहने वाले शैतान को मेरा परमेश्वर ने कहा कि मैं तेरे और स्त्री के संतान के विरोध में बैर को उत्पन्न അവിടെ करूंगा. ശ്രദ്ധിക്കണം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. और मैं तेरे और उस स्त्री के बीच में और तेरे वंश और उसके वंश के बीच में बैर उत्पन्न करूंगा. ചിന്തിക്കേണ്ട ഒരു വിഷയം. चिंता करने वाला विषय. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ കാണുന്ന പാമ്പൊക്കെ മനുഷ്യനെ കടിച്ചു കൊന്നുകളയുമെന്നാണോ?
उसका मतलब ये नहीं है ना कि सारे जितने भी सर्प है मनुष्यों की संतानों को काट कर मार डालेंगे। എവിടെ പാമ്പിനെ കണ്ടാലും മനുഷ്യൻ അടിച്ചു കൊല്ലണം, എവിടെ മനുഷ്യനെ കണ്ടാലും പാമ്പ് കടിച്ചു കൊല്ലണം. जहां पर भी मनुष्य सर्प को देखे मनुष्य सर्प को मार डाले, और सर्प जो है जब मनुष्य को देखे तो मनुष्य की एड़ी को काटे. അതാണോ അതിന്റെ അർത്ഥം? क्या उसका अर्थ वो है? സർപ്പത്തിനോടാ പറഞ്ഞതല്ലേ? सर्प से कहा, പക്ഷെ അതിന്റെ പിൻപിൽ വ്യാപരിച്ച ലൂസിഫറിന്റെ ശക്തിയോടാ പറഞ്ഞത്. लेकिन उसके खिलाफ व्यापार करने वाले लूसीफर की शक्ति से परमेश्वर कहता है. നമുക്ക് മനസ്സിലാക്കാം, हमें समझ में आएगा. ഇവിടെ തന്നെ നിങ്ങൾ എടുക്കുക, यहाँ पर ध्यान करें. നന്മ ചെയ്യുന്നവൻ भलाई करने वाला हाबेल ദൈവത്തിന്റെ പുത്രൻ, परमेश्वर का संतान. തിന്മ ചെയ്യുന്നവൻ बुराई करने वाला പിശാചിന്റെ മകൻ. शैतान का संतान. എന്ന് പറഞ്ഞാൽ അവന്റെ ഇൻഫ്ലുവൻസ് അതിനകത്ത് കിടക്കുക. देखने पाए कि शैतान का इन्फ्लुएंस उस मनुष्य के अंदर है. നമുക്ക് ചിന്തിക്കാം, ആശയം നമുക്ക് എടുക്കാം. हम चिंता करें. ഇതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. The first John chapter 3 verse number 12 says like this: നിങ്ങൾ ആ കയീനെ പോലെയാകരുത്, കാരണം കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാകുകയാൽ അവന്റെ സഹോദരനെ അവൻ അടിച്ചു കൊന്നു എന്നവിടെ കാണാൻ കഴിയുന്നുണ്ട്. पहली यूहन्ना 3 उसका 12 कहता है, और कईन के समान ना बने जो उस दुष्ट से था और जिसने अपने भाई को घात किया. ശ്രദ്ധിക്കണം, ഇതിനെ കുറിച്ച് ഒരുപാട് കമന്റുകൾ പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. कई लोगों ने कई रीतियों में इसके बारे में लिखा ഇവിടെ है. ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കണേ, ആശയം മനസ്സിലാക്കുക. ये आशय को समझने के लिए ध्यान करो. അപ്പം കയീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കയീൻ ദുഷ്ടനിൽ നിന്ന് ജനിച്ചവനാണ്. कईन के बारे में कहता है कि कईन दुष्ट से उत्पन्न हुआ. വേദപുസ്തകം പറയുന്നു ആദാം ഹവ്വയെ പരിഗ്രഹിച്ചു, കയീൻ എന്ന അല്ലെങ്കിൽ ഒരു പുരുഷ പ്രജ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവന് കയീൻ എന്ന് പേരിട്ടു. आदम और हव्वा एक साथ मिले और हव्वा को एक पुरुष जाति मिला करके बोलकर उसको कईन करके लिखा और नाम दिया. പിശാചിൽ നിന്ന് ഹവ്വയിൽ ഉണ്ടായ സന്താനമല്ല, ये शैतान की ओर से हुआ संतान नहीं പക്ഷെ है. എന്താണ് പിന്നെ ഇതിന്റെ അർത്ഥം? लेकिन फिर इसका अर्थ क्या है? കയീന്റെ അകത്തോ പിശാച് അവന്റെ സ്വഭാവം കൊണ്ടങ്ങ് നിറച്ചു. कईन के अंदर शैतान ने अपना स्वभाव डाल दिया था. ഈ സ്വഭാവമാണ് തിന്മ എന്നുള്ള സ്വഭാവം. ये स्वभाव है बुराई रहने वाला स्वभाव. അതിനെയാണ് പിതാവായ ദൈവം വാൺ ചെയ്യുന്നത്. യഹോവ ദൈവം പറയുന്നു, കയീനെ നീ നന്മ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിന്നിലും പ്രസാദം ഉണ്ടാകും. इसलिए यहोवा परमेश्वर ने कईन को बोला, कईन अगर तू भलाई करे तो मैं तुझ में प्रसन्न हो जाऊं. എനിക്ക് ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദം ഉണ്ടായതുപോലെ തന്നെ നിന്നിലും നിന്റെ വഴിപാടിലും പ്രസാദം ഉണ്ടാകാം. പക്ഷേ അതിനകത്ത് ഉണ്ടാകുവാൻ നീ നന്മ ചെയ്യണം. हाबेल ने चढ़ाया वो बलि के ऊपर जैसे मैं प्रसन्न हुआ, मैं उसके भलाई पर प्रसन्न हुआ, तेरे में भी प्रसन्न हो सकता हूं, लेकिन तुम भी भलाई करना जरूरी है. അപ്പൊ ഇവിടെ തന്നെ നോക്കിയാട്ടെ, വാഗ്ദത്തം കേട്ട പിശാച് മനുഷ്യന്റെ ആദ്യ സന്തതിയെ തന്നെ അവന്റെ സന്തതിയാക്കി മാറ്റി. देखिए, वायदा किया हुआ संतान को शैतान ने अपना संतान बना लिया. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, പിതാവായ ദൈവം പറഞ്ഞത് സ്ത്രീക്കും നിനക്കും സ്ത്രീയുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടായിരിക്കും. परमेश्वर ने यहोवा ने इस प्रकार कहा, तुम्हें और स्त्री के संतान को उनके बीच में बैर होगा, അവൻ നിന്റെ തല തകർക്കും. वो तेरे सर को कुचलेगा. അത് യേശുവിനെ കുറിച്ചുള്ള वो വാഗ്ദത്തമാണ്. यीशु के बारे में रहने वाला वायदा പക്ഷേ है. യേശു ജനിക്കാതിരിക്കുവാൻ, यीशु पैदा ना होने के അവന്റെ लिए, തല തകരപ്പെടാതിരിക്കുവാൻ उसका सर कुचला ना जाने के लिए ഹാബേലിനെ തന്നെ തകർത്തുകൊണ്ട് കയീനിൽ കൂടി പിശാച് മുന്നേറ്റം നടത്തുകയാണ്. हाबेल को ही नाश कर कईन के जरिए शैतान आगे बढ़ रहा കാരണം है. ഹാബേൽ ദൈവം പ്രസാദിച്ചു. क्योंकि हाबेल में खुदा प्रसन्न हुआ. പിശാചിനറിയാം ഇതുപോലെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. शैतान जानता है कि इसके अंदर അവൻ कैसा हो सकता കയീനെ है. എടുത്തു, उसने कईन को लिया. കയീന്റെ അകത്തേക്ക് സ്വഭാവത്തെ ഇംപ്യൂട്ട് ചെയ്തു. कईन के अंदर उस गंदे स्वभाव को डाला. കയീന്റെ അകത്ത് തിന്മ ഇട്ടുകൊടുത്തു. कईन के अंदर जो है बुराई की आत्मा डाला. അവിടം തൊട്ട് ആരംഭിച്ചു ആത്മികനും ജഡികനും തമ്മിലുള്ള യുദ്ധം. वहां से आरंभ हुआ आत्मिक और शारीरिक व्यक्ति का बीच में लड़ाई. ഇന്ന് പകൽക്കാലം ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. आज सुबह यही हो रहा है. എവിടെ ആത്മികനുണ്ടോ ആത്മികനിൽ ജഡികനുണ്ടോ. जहां पर आत्मिक व्यक्ति है वहां पर शारीरिक व्यक्ति भी എവിടെ है. ഒരു വാഗ്ദത്തമുണ്ടോ അതിനൊരു പോരാട്ടമുണ്ടോ. जहां कई एक वायदा है उसके खिलाफ एक लड़ाई है. ഇത് മനസ്സിലാക്കി വാഗ്ദത്തം
വാഗ്ദത്തത്തിനെതിരെ പോരടിക്കുന്ന പോരാട്ട ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയം പ്രാപിച്ചോ വാഗ്ദത്തം പ്രാപിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. मेरे प्रियो, ये समझकर इन वायदाओं के खिलाफ रहने वाले विरोधियों के ऊपर विजय को हासिल करना है करके परमेश्वर चाहता है. സോ ജഡികനോ ആത്മികനോട് എന്തും യുദ്ധമുണ്ടോ? हर समय पर हम ध्यान करने पाए कि आत्मिक और शारीरिक व्यक्ति के बीच लड़ाई होगा. എനിക്കൊരു വാഗ്ദത്തമുണ്ടോ, അതിനെതിരെ പോരാട്ടമുണ്ടോ? मेरे लिए एक वायदा है और वो वायदे के खिलाफ लड़ाई है. വാഗ്ദത്തം നാം പ്രാപിക്കണം. वायदा हम प्राप्त करना है. ഇനി ഞാൻ ഇവിടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. जो पिछले हफ्ते बोला वो बोलकर मैं आगे बढ़ूं. വാഗ്ദത്തത്തിന് കൂട്ടവകാശിയുണ്ടോ? वायदा का साथ रहने वाला सकर्मी है. എബ്രായ ലേഖനം 12:9 നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അബ്രാഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായിരുന്നു ഇസ്ഹാക്കും യാക്കോബും. इब्रानियों की पत्री का 11:9 में हम लोगों ने कहा कि अब्राहम का वायदे के साथ साथ रहने वाला, वायदा के अधिकार रहने वाले थे याकूब और इसहाक. അബ്രാഹാമിനോട് വാഗ്ദത്തം പറഞ്ഞ വാഗ്ദത്ത സന്തതി അത് ഹാജിറയിൽ നിന്നല്ല സാറയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശി ആഗാർ ആയിരുന്നില്ല, സാറയായിരുന്നു. मेरे प्रियो, अब्राहम के लिए वायदा का संतान जो है हाजिरा की ओर से नहीं बल्कि वो साराई की ओर से होना था और वो साराई की ओर से हुआ. സോ വാഗ്ദത്തത്തിന് എപ്പോഴും ഒരു കൂട്ടവകാശിയുണ്ട്. तो वायदा के लिए हमेशा एक अवकाशी भी है. ദൈവം സഭയുടെ വാഗ്ദത്തം ചെയ്യുമ്പോൾ परमेश्वर जब कलीसिया से एक वायदा करता ഈ है ദൈവസഭയുടെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളുണ്ട്. तो परमेश्वर की कलीसिया के वायदे के साथ अनुभव करने वाले कई भी व्यक्तियां उसके साथ जुड़ेंगे. ആ കൂട്ടവകാശികളും അതിനകത്ത് സക്സസ് ആകാതിരിക്കുവാൻ തക്കവണ്ണം പിശാച് പല സമയങ്ങളെ അവരെ കരുത്തിലെടുത്തേക്കാം. साथ अवकाशी रहने वाले अनेक लोगों को शैतान कई बार क्या है अपने हाथों में ले सकता है. അത് വാഗ്ദത്തം ഡിലേ ആകുവാൻ ഒരു കാരണമായി മാറാം. और वो वायदा डिले होने का एक कारण बन सकता है. ഒരു ആ വേദവചനത്തിൽ നിന്നൊരു ആശയം പറയാം. वचन की ओर से एक आशय को बोलूं. അബ്രഹാമിനെയും സാറയെയും വിളിച്ചോ, സന്തതി പരമ്പരകളെ കൊടുത്തോ, രാജ്യങ്ങൾക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറയുമ്പോൾ ഹാഗാർ അവിടെ ഇതില്ലായിരുന്നു. मेरे प्रियो, अब्राहम और साराई को जब परमेश्वर ने वायदा के लिए बुलाया था, वहां पर हाजिरा उस समय पर नहीं थी. സോ സാറ മച്ചിയായിരുന്നു, കുഞ്ഞുങ്ങളില്ലാതിരുന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. साराई बांझ थी और संतान नहीं थे करके हम वचन की ओर से ध्यान करते हैं. അങ്ങനെയുള്ള സമയത്താണ് ദൈവം വാഗ്ദത്തം കൈമാറുന്ന അബ്രഹാമിന്. ऐसे एक समय पर परमेश्वर अब्राहम को एक वायदा देता है. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. तेरे संतान के जरिए भूमि के सभी लोग आशीष पाएंगे. ആ വാഗ്ദത്തത്തിന് കൂട്ടവകാശി ആരാണ്? സാറയാണ്. और वो वायदा को किसको अवकाशी है? वो साराई उसके अवकाशी പക്ഷേ है. പിശാച് സാറയെ എങ്ങനെ കയ്യിലെടുത്തതോ? लेकिन शैतान ने साराई को अपने हाथ में कैसे ദേശത്ത് लिया? ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം സാറായിയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് കടന്നുപോയി. जब देश के अंदर एक अकाल हुआ तो अब्राहम साराई को लेकर मिस्र में गया. അബ്രഹാമിനെ കൊണ്ട് അവിടെ കള്ളം പറയിപ്പിച്ചു പിശാച്. शैतान ने अब्राहम के जरिए झूठ बुलवाया. അബ്രഹാം പറഞ്ഞു സാറ എന്റെ പെങ്ങളാണ്. अब्राहम ने बोला कि साराई मेरी बहन है. സാറായ്ക്ക് രാജകൊട്ടാരത്തിൽ പോകേണ്ടി വന്നു. साराई को राजमहल में जाना പക്ഷെ पड़ा. ദൈവമോടെ ഇടപെട്ടത് കൊണ്ട് സാറ അശുദ്ധമാക്കാതെ അബ്രഹാമിന് തിരിച്ചു ലഭിച്ചുവെങ്കിലും സാറ പോന്നപ്പോൾ ചില സമ്മാനങ്ങൾ കൊടുത്തുവിട്ട കൂട്ടത്തിൽ ഹാഗാർ ഉണ്ടായിരുന്നു. मेरे प्रियो, जब परमेश्वर उसके बीच में उतरा और साराई को उस राजा से और राजा की ओर से जब अलग किया, जब राजा ने उसको अनुग्रह दिया तो कई सारे तोहफे दिए तो हाजिरा उसके साथ आया. ഇപ്പൊ സാറ അബ്രഹാമിന്റെ പുറകെയാ. अभी सारा अब्राहम के पीछे ദൈവം है. വാഗ്ദത്തം പറഞ്ഞതല്ലേ, खुदा ने वायदा बोला है, സന്താനം തരുമെന്ന് പറഞ്ഞതല്ലേ. संतान देगा. ഒരു കാര്യം ചെയ്യാം, एक काम करो, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ, मुझे संतान नहीं हो रहा, അതുകൊണ്ട് നീ ഹാഗാറിനെ അങ്ങോട്ട് എടുത്തു. इसलिए तुम हागार को ले लो. ഷോർട്ട് കട്ട് നോക്കി. शॉर्टकट देखा. ശ്രദ്ധിക്കണമേ, ध्यान करो. വാഗ്ദത്തത്തെ ഡിലേ ചെയ്യിപ്പിക്കുന്ന, വാഗ്ദത്തത്തെ തെറ്റിച്ചു കളയിക്കുന്ന ഇങ്ങനെയുള്ള പദ്ധതികൾ എവിടെയെങ്കിലും ഷോർട്ട് റൂട്ടിൽ കൂടി കടന്നു വരുമ്പോൾ അതിനെ തിരിച്ചറിയുവാൻ ദൈവാത്മാവിന് ആശയം കൈമാറുകയാണ്. मेरे प्रियो, वायदाओं को डिले करने के लिए कई रीति से शत्रु आ सकता है और उन आशयों को मैं आपके सामने रख रहा हूँ. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, അവൻ അവകാശിയാകത്തില്ല, നിനക്ക് സാറയിൽ നിന്ന് തന്നെ ഒരു മകൻ ജനിക്കും. परमेश्वर ने बोला वो अवकाशी हाजिरा उसके अवकाशी नहीं बल्कि साराई की ओर से तुम्हें एक संतान उत्पन्न होगा. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവനല്ല ദൈവം. परिस्थिति के साथ साथ बदलता नहीं है परमेश्वर. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. परमेश्वर युगान युग के लिए एक समान रहने वाला है. He is unchanging God. वो ना बदलने वाला प्रभु है. So അങ്ങനെ അവിടെ ആ
വാഗ്ദത്തത്തിനെതിരെയുള്ള പോരാട്ടം അവിടെ നാം ശ്രദ്ധിക്കുന്നുണ്ട്. वायदा के खिलाफ रहने वाले वो लड़ाई को हम ध्यान करते हैं. ശ്രദ്ധിക്കണമേ, ഞാനിത് പറയുമ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളുണ്ട്. मैं क्या कहना चाहता हूँ, वायदे के साथ रहने वाली अवकाशियां हैं. സഭയോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു. कलिसिया को खुदा ने एक वायदा दिया. ഈ സഭയോടുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് അത് പാസ്റ്റർ ഒറ്റയ്ക്ക് നിന്ന് പ്രാപിക്കുന്നതല്ല, സഭയായി പ്രാപിച്ചെടുക്കേണ്ടതാണ്. कलिसिया के लिए कहा जाने वाला वायदा सिर्फ पास्टर के लिए नहीं है, बल्कि कलिसिया मिलकर प्राप्त करने का है. ഈ ദേശത്ത് വരുന്നതിന് മുന്നമേ, ये देश में आने से पहले ഈ ദേശത്തേക്ക് പ്രാർത്ഥിച്ച് നമ്മെ അല്ലെങ്കിൽ എന്നെ അയക്കുന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചു പറഞ്ഞ വാചകങ്ങൾ, वो प्रार्थना कर कर ये देश की ओर आने से पहले प्रार्थना करने वाले पासवान ने बोला हुआ शब्द, ദേശം നിനക്ക് മുൻപിൽ കിടക്കുന്നു. ശ്രദ്ധിക്കണം ഈ വാഗ്ദത്തം, ദേശം നിനക്ക് മുൻപിൽ കിടക്കുന്നു. देश तुम्हारे आगे है. നീ പറഞ്ഞാൽ കേൾക്കുന്ന 300 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ദേശത്തെ പിടിച്ചെടുത്തുകൊള്ളുക. तुम बोलने वाले बातों को सुनने वाले 300 लोगों को साथ रखकर देश को पकड़ लो. ഇന്നേക്ക് 16 വർഷങ്ങൾക്ക് മുന്നമേ ഈ ദേശത്തേക്ക് ഇവിടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസൽ കൂടി അരുളി ചെയ്ത ദൈവത്തിന്റെ അരുളപ്പാട്. 16 साल पहले ये देश की ओर आने से पहले परमेश्वर की आत्मा के जरिए एक पासवान ने बोला हुआ शब्द मैं आपको बोल रहा ഈ हूं. ബലത്തോടെ പോകുക. ये बल से जाओ. നീ പറഞ്ഞാൽ കേൾക്കുന്ന 300 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ദേശത്തെ പിടിച്ചെടുത്തുകൊള്ളുക. ദേശം നിനക്ക് മുൻപിൽ കിടക്കുന്നു. तुम बोलने वाले सुनने वाले बातों को 300 लोगों को पकड़कर, ऐसे 300 लोगों को रख कर देश को पकड़ लो. അന്ന് മുതൽ പിശാച് ഈ വാഗ്ദത്തത്തിനെതിരെ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. उस दिन से शैतान ये वायदे के खिलाफ था. ആ ഹാബേലിനെ എങ്ങനെ മുളയിലെ നുള്ളിക്കളഞ്ഞുവോ, हाबेल को जैसा ही उस रूट से ही निकाल दिया. ഞാൻ ഇന്നലെ ഇതൊക്കെ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഒരു കാഴ്ചപ്പാട് खुदा കാണിച്ചു. की आत्मा ने मुझे एक दर्शन कल रात को इस प्रकार ആ दिखाया. ഒരു വ്യക്തി ഒരു കിളിർത്തു വരുന്ന ചെടിയുടെ മുളയിലെ ഒടിച്ചു കളയുന്നു. एक व्यक्ति जो है उगाने वाले पौधे की एक ब्रांच को, ढाली को तोड़ता ഇത് है. കൃഷിക്കാർക്ക് ഒന്നുകൂടി നല്ലതുപോലെ അറിയാം. किसानों को और अच्छे से मालूम है. പ്രത്യേകിച്ചും ജമീൻ ഗന്ധ അല്ലെങ്കിൽ ചേന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നവർക്കറിയാം, വിത്ത് മുളച്ചു വന്നിട്ട് ആ മുളയോട് കൂടിയാണ്, മുളപ്പിച്ചതിന് ശേഷമാണ് അതിനെ കുഴിച്ചു വെക്കുന്നത്. जो 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 बीज उगाता है उस बीज को उसके पौधे के साथ ही वे लोग भूमि में डालते हैं. അതും ഒടിച്ചു കളഞ്ഞാൽ, അത് നുള്ളിക്കളഞ്ഞാൽ उसको अगर तोड़ डाला जाए അത് പിന്നെ വളരത്തില്ല. फिर वो नहीं बढ़ेगा. മുളയിലെ നുള്ളിക്കളൻ സ്വഭാവം. उसको बढ़ने वाले समय पर, बडिंग टाइम पर ही उसको तोड़ने वाला പിശാച് स्वभाव. ഹാബേലിനെ കൊന്നുകളഞ്ഞ മുളയിലെ തന്നെ നുള്ളിക്കളയുകയാണ്. शैतान ने हाबेल के जीवन में भी यही किया, उसको करना- बढ़ने वाले उम्र में उसको तोड़ दिया. ഹാബേൽ അങ്ങനെ ജീവിച്ചെങ്കിൽ പിശാച് മനസ്സിലായി ഹാബേലിൽ നിന്ന് ദൈവം ഒരു സന്തതി എടുപ്പിക്കും. अगर हाबेल अच्छे से जिया होता तो परमेश्वर हाबेल की ओर से एक संतान को ले आता करके शैतान जानता है. കാരണം ഹാബേലിൽ ദൈവം പ്രസാദിച്ചിരിക്കുക ഓൾറെഡി. क्योंकि हाबेल में परमेश्वर ऑलरेडी प्रसन्न हुआ है. അപ്പൊ അവന്റെ സന്തതി ഇവന്റെ തലയെ തകർക്കും. और हाबेल के संतान फिर इसके सर को അതുപോലെ कुचलेगा. ദൈവസഭയ്ക്കുള്ള വാഗ്ദത്തം നടക്കാതിരിക്കുവാൻ वैसे परमेश्वर की कलिसिया के वायदा ना ദൈവം होने के എന്നോട് लिए പറഞ്ഞു, മുളയിലെ നുള്ളിക്കളയുന്ന ഒരു ശക്തി വ്യാപരിക്കുന്നു. खुदा ने कहा कि उसको बचपन में ही या उसके अच्छे आयु में ही, उम्र में ही तोड़ने वाले एक शत्रु ഇത് की शक्ति. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. समझने वाले लोगों के लिए ഇവൻ धन्यवाद. വളർന്നു വരും. ये बढ़ के ഈ आएगा. വ്യക്തി വളർന്നു വരും. ये व्यक्ति बढ़ेगा. ഈ കുടുംബം വളർന്നു ये വരും. परिवार बढ़ेगा. ഈ കുഞ്ഞു വളർന്നു വരും. ये बच्चा बढ़ेगा. ഇത് ആത്മികത്തിൽ വളർന്നു ये വരും. आत्मिकता में बढ़ेगा. ശുശ്രൂഷയിൽ വളർന്നു വരും. सेवकाई में बढ़ेगा. കൃപാവരം പ്രാപിക്കും. कृपा वरदान प्राप्त അത് करेगा. അത് ദൈവരാജ്യത്തിന്റെ വികസനത്തിന് കാരണമായി തീരും. वो परमेश्वर के राज्य की कारण बनेगा. ഈ ദൈവസഭ ദേശത്ത് വളരും. ये देश में कलिसिया ഈ बढ़ेगा. ദൈവസഭ ദേശത്തെ പിടിച്ചെടുക്കും ये कलिसिया देश में എന്ന് पकड़ेगा. മനസ്സിലാക്കിയ പിശാച് समझने वाला शैतान വളർന്നു വരുന്നതിന് बढ़ के आने वाले മുളയിലെ को നുള്ളിക്കളയുന്ന उसके नींव में ഒരു उसको छोड़ने പൈശാചികമായ वाला പോര് एक शैतान की शक्ति സഭയ്ക്കകത്ത് വ്യാപരിക്കുമ്പോൾ कलिसिया के अंदर जब व्यापार हो ഇന്ന് रहा है, പകൽക്കാലം അതിനെ തിരിച്ചറിഞ്ഞ് ശാസിച്ച് ജയമെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. आज उसको समझकर उसके खिलाफ प्रार्थना करने वाले खुदा के लोगों के लिए मैं खुदा का धन्यवाद करता हूँ. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. यही हो रहा है ना. വളർന്നു വരുന്നതിന് മുളയിലെ നുള്ളിക്കളയുന്ന बढ़ के आने वालों को बीज में ही तोड़ ഓ വളർന്നു
വരുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും വളരുവാൻ അനുവദിക്കാത്ത बढ़ने के लिए उपस्थिति होने के बावजूद भी ना बढ़ने वाला। ഇത് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിവരിച്ചുകൊള്ളാം ഇതിനെയൊക്കെ. मैं और भी समझाऊं आप लोगों Praise the को। Lord. എനിക്ക് നന്നായി അറിയാം ഈ ദൈവസഭ വാഗ്ദത്തം പ്രാപിക്കും. मैं जानता हूं कि ये कलीसिया वायदा प्राप्त അതുകൊണ്ടാണ് करेगा, ദൈവം ഈ ലെവൽ എന്നോട് ഇടപെടുന്നത്. इसलिए खुदा मुझसे ऐसे बातें करता है, അതുകൊണ്ടാണ് ദൈവം ഈ ലെവൽ ദൈവമക്കളോട് ഇടപെടുന്നത്. इसलिए परमेश्वर अपने संतानों से बातें कर ഹല്ലേലൂയ. रहा है। നമ്മൾ ശ്രദ്ധിച്ചാട്ടെ, हम ध्यान करें, കാലങ്ങളായി ദൈവസഭയ്ക്ക് സംഭവിക്കുന്ന समय അങ്ങനെയല്ലേ. समय हो गया कलीसियाओं में ഒരു से हो रहा है। പ്രയോജനപ്പെടുന്നവർ വളർന്നു വരികയാ. उपयोगी लोग जब बढ़ അപ്പോൾ रहे हैं, പിശാച് അവന്റെ അകത്ത് വേറൊരു വിത്ത് വിതച്ചു जब शैतान उनके अंदर और बीज डालता അവനെ है, തകർത്തു കളയുകയാണ്. तो नाश करता है। കാരണമുണ്ടോ? कारण है, അവൻ ഒരു കാര്യം അറിയാം, तो एक बात जानता ഈ है, സഭ വളരണമെന്നുണ്ടെങ്കിൽ ये कलीसिया बढ़ना है तो ഇതിനകത്തു നിന്ന് ദൈവം ജനം എഴുന്നേൽക്കണം. इसके अंदर से लोग खड़ा होना है। അങ്ങനെ എഴുന്നേൽക്കുന്നവന് ऐसा खड़ा होने മുളയിലെ वालों को നുള്ളിക്കളഞ്ഞാൽ उसको बढ़ते ही तोड़ने അവന്റെ से, അകത്ത് വേറെ വിചാരങ്ങൾ ഇട്ടാൽ, उसके अंदर और विचार डालने से, അവന്റെ അകത്ത് വേറെ ചിന്തകൾ उसके ഇട്ടാൽ अंदर और कोई चिंताएं डालने ഈ से ദൈവിക പദ്ധതി നടപ്പാകത്തില്ല എന്ന് परमेश्वर का काम पूरा नहीं होगा പിശാചിന് करके അറിയാവുന്നത് കൊണ്ട് शैतान डालने के അങ്ങനെ कारण വളർന്നു വരുന്നതിന് वो बढ़ने वालों को, പ്രയോജനപ്പെടുന്നതിന് उपयोगी होने वालों തകർത്തു को കളയുന്ന, छोड़ने वाला, മാറ്റിക്കളയുന്ന, नाश करने वाला, നുള്ളിക്കളയുന്ന, उसको तोड़ने वाला, വളരുവാൻ അനുവദിക്കാത്ത, ना बढ़ने की अनुमति മറ്റു देने वाला, പലതിലേക്കും കൊണ്ടുപോകുന്ന कई अनेक चीजों की ओर ले जाने वाला പൈശാചിക ശക്തികളെ शैतान की शक्तियों को യേശുവിന്റെ നാമത്തിൽ यीशु के नाम ഇന്ന് से പകൽക്കാലം സഭ പിടിച്ചു കെട്ടുകയാ. आज सुबह कलीसिया तोड़ता ആ है। പൈശാചിക പ്രവർത്തികളെ, ये शैतान की ആ शक्तियों को, പൈശാചിക ആലോചനകളെ शैतान की ഇന്ന് बातों को പകൽ ദൈവസഭ പിടിച്ചു കെട്ടി ശാസിക്കുകയാ. कलीसिया आज एक साथ मिलकर बांधने पाए। അത് മനസ്സിലാക്കുന്ന ദൈവമക്കളെ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. समझने वाले लोग तालियों को बजाकर परमेश्वर की महिमा करे। ഈ ആശയം നിങ്ങളുടെ അകത്ത് കടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ये आशय आप लोगों के अंदर आना है, करीब ഈ ആശയം ദൈവസഭ ഏറ്റെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. आशय परमेश्वर की लोग प्राप्त करना ഈ है। ദൈവിക ശബ്ദം നിങ്ങൾ ഏറ്റെടുത്തോ ഇതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും പ്രതികരിക്കണമെന്നും ദൈവം खुदा ആഗ്രഹിക്കുന്നു. की ये शब्दों को आप सुनकर इसको प्राप्त करना है, कि परमेश्वर चाहता है। ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കുമെന്ന് एक पीढ़ी यहाँ पे खड़े होगा, ദൈവത്തെ നാളുകൊണ്ട് വാഗ്ദത്തം ചെയ്യുകയാ. परमेश्वर वायदा करता എന്തേ है। എഴുന്നേൽക്കാഞ്ഞത്? क्यों खड़ा नहीं हो കാരണം पाया? എഴുന്നേൽക്കുന്ന തലമുറയെ തെറ്റിച്ചു കളയുന്ന പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ചിലർ എഴുന്നേൽക്കാത്തത് കൊണ്ടല്ലേ? क्योंकि खड़े होने वाले नौजवानों के लिए प्रार्थना करने के लिए शायद एक गुप्त नहीं है, इसलिए। Praise the Lord. Hallelujah. ഇന്നലത്തെ യൂത്ത് ഫെസ്റ്റിൽ कल के यूथ फेस्ट में വാഗ്ദത്തം പ്രാപിച്ച അനേകർ ഇരുന്നു കൊണ്ടല്ലേ പാടിയേ, वायदा प्राप्त പല കാര്യങ്ങൾ ചെയ്തത്. वायदे को प्राप्त किए हुए अनेक लोग बैठकर कई कामों को किए, പക്ഷേ യഥാർത്ഥത്തിൽ ഫിസിക്കൽ റിലത്തിൽ ആത്മമണ്ഡലത്തിൽ അവർ എവിടെയുണ്ടോ? लेकिन आत्मिक मंडल में कई सारे बच्चे लोग कहां पे है? എവിടെയുണ്ടോ അവര്? कहां पे है? സഭയ്ക്കകത്ത് അവൾ വളരുന്നുണ്ടോ? क्या कलीसिया के अंदर है वे लोग? എന്താ അതിന്റെ കാരണം? कारण क्या है? ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കും उन विषयों में मैं परमेश्वर ഈ की आत्मा की ओर ഈ बढ़ूंगा, ആലോചനയിൽ നിന്നുകൊണ്ട്. इन वाणियों में से। അപ്പം ഈ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുവാൻ അതിനെതിരെ പോരടിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, वायदा प्राप्त ना करने के लिए उसके खिलाफ विरोधियां कई हैं। എന്താണ് ഇതിന്റെ കാരണം? कारण क्या है? ദൈവം ഒരു ദർശനം എപ്പോഴും ഒരു വ്യക്തിക്കായിരിക്കും കൈമാറുന്നത്. परमेश्वर एक दर्शन हमेशा एक व्यक्ति को देता है, ഇത് എപ്പോഴും ഒരു വ്യക്തിക്ക് കൈമാറും. हमेशा एक व्यक्ति को देता है। അബ്രഹാമിന് ദർശനം കൈമാറി. अब्राहम को दर्शन दिया, വരുന്ന തലമുറകളെ കുറിച്ചുള്ള ദർശനമാണ്. आने वाले पीढ़ियों के बारे में रहने वाला അതൊരു दर्शन വ്യക്തിക്ക് കൈമാറിയത്. वो एक व्यक्ति को दिया। യോസഫ് എന്നൊരു വ്യക്തിക്ക് ദൈവ ദർശനം കൈമാറി. यूसुफ रहने वाले एक व्यक्ति को परमेश्वर दर्शन दिया। ഫറവോന് ദൈവം ഒരു ദർശനം കൈമാറി. फिरौन को परमेश्वर एक दर्शन दिया। യോസഫിനോട് കൂടെ ജയിലിൽ കിടക്കുന്ന അപ്പവാഹകനും പാനപാത്രവാഹകനും സ്വപ്നം നൽകി അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. यूसुफ के साथ जेल में रहने वाले उन कैदियों को भी वो एक सपना मिला कि क्या होने वाला है। അപ്പം ദൈവം ഒരു വ്യക്തി
വ്യക്തിയിലേക്കാണ് ദർശനത്തെ കൈമാറുന്നത്. परमेश्वर एक व्यक्ति की ओर अपने दर्शन को देता है. ദൈവിക പദ്ധതികൾ നിറവേറ്റപ്പെടുവാൻ ദൈവം ആ വ്യക്തിക്ക് നൽകുന്ന ദർശനത്തിനനുസരിച്ച് ആ വ്യക്തിയോട് ബന്ധപ്പെട്ടവർക്ക് നിൽക്കേണ്ടത് ആവശ്യമാണ്. परमेश्वर जिस व्यक्ति को दर्शन देता है उस व्यक्ति के साथ खड़े रहने के लिए लोग तैयार होना है. പക്ഷെ പിശാച് ഭയങ്കര സ്ട്രാറ്റജി ഉള്ളവനാണ്. लेकिन शत्रु उसके खिलाफ कई स्ट्रैटेजी को ले आता है. അപ്പോ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുവാൻ തക്കവണ്ണം അവൻ ചെയ്യുന്ന ചില സ്ട്രാറ്റജികളുണ്ട്. फायदा प्राप्त ना करने के लिए कई बातों को शत्रु करता है. ഒന്നുമില്ലെങ്കിൽ അവന്റെ അകത്ത് സ്വഭാവ ദൂഷ്യം കൊണ്ടുവരും. उसके अंदर या तो स्वभाव में बदलावट या बुराई ले आएगा. അല്ലെങ്കിൽ അവനെ ഉപദേശത്തിൽ തെറ്റിച്ചു കളയും. नहीं तो उसके उपदेश में उसको गिरा देगा. അല്ലെങ്കിൽ അവന്റെ അകത്ത് അവിശ്വാസത്തെ കുത്തി नहीं നിറയ്ക്കും. तो उसके अंदर अविश्वास ले आएगा. അതുമല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കുള്ളിൽ അവനെ ഒതുക്കി കളയും. नहीं तो साहचर्यों के अंदर उसको दबा डालेगा. സ്വഭാവ ദൂഷ്യത്തിലേക്ക് കടക്കുമ്പോൾ स्वभाव के बुराई में जब चले ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെടുത്തി അവനെ ഒതുക്കി കളയും. संसार के अभिलाषाओं के अंदर उसको ले जाएगा. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. मैं बोलने वाले बातों को എന്ന് ध्यान करें. പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഈ മണ്ണാശ, പൊന്നാശ, പെണ്ണാശ എന്ന് പറയുന്ന ചില ആഗ്രഹങ്ങളെ അവന്റെ അകത്തേക്കിട്ട് ലോകത്തിലുള്ള ചില നന്മകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനിൽ കൂടി ദൈവം ചെയ്തെടുക്കേണ്ട വാഗ്ദത്തത്തിൽ നിൽക്കാതെ വണ്ണം അവനെ വീഴ്ത്തിക്കളയുവാൻ പ്രലോഭനമിടുന്ന പ്രലോഭന ശക്തി. परमेश्वर करने वाले बोलने वाले वायदाओं को पूरा ना करने के लिए संसार की अभिलाषाओं के अंदर उसको ले चलकर खुदा की वायदे से दूर करने वाली बातें. യേശുവിനെ പിതാവായ ദൈവം ഒരു മിഷനോട് കൂടിയ ലോകത്തിലേക്ക് അയച്ചു. यीशु मसीह को परमेश्वर ने एक मिशन के साथ भेजा. അത് ആത്മശക്തിയുടെ ആവശ്യമുണ്ടായിരുന്നു. आत्मा की शक्ति की आवश्यकता था. ആത്മാവ് പ്രാപിച്ച യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം. आत्मा प्राप्त किया हुआ यीशु मसीह को 40 दिन तक मरुभूमि में ले गया. അവിടെ ആത്മശക്തി പ്രാപിച്ചോ മടങ്ങി വന്നപ്പോൾ वहां पर जब आत्मा का सामर्थ्य प्राप्त कर वापस आया, മിഷനിൽ നിൽക്കുമെന്ന് മനസ്സിലായ പിശാചോ परमेश्वर खड़ा देगा करे समझने वाला शैतान പ്രലോഭനവുമായി അടുക്കെ വന്നു. अभिलाषा के साथ ആ पास में आया. പ്രലോഭനങ്ങൾ നമുക്കറിയാമല്ലേ? अभिलाषाएं जानते हैं हम लोग. ഒന്ന് ശരീരത്തിന് ആവശ്യമായ അപ്പം, एक शरीर के लिए जो आवश्यक है वो रोटी. രണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള സകല സുഖ സൗകര്യങ്ങൾ, दो संसार के अंदर रहने वाले सारे भलाइयां. മൂന്ന് നീ ദൈവപുത്രനാണെന്ന് നിന്നെ തന്നെ തെളിയിക്കുവാൻ ഹൂ യു ആർ എന്ന് നിന്നെ തന്നെ തെളിയിക്കുവാൻ ഉള്ള ഒരു ചാലഞ്ച്. तीन तुम कौन हो करके रहने वाले रहने बात की चैलेंज. ദൈവവേദലെ ഇത് മാറി മാറി നമ്മളിൽ അവൻ ഉപയോഗിക്കും. मेरे प्रिय ये भी बार बार वो बदल बदल के हमारे अंदर भी प्रभु उपयोग करेगा. അത് പ്രഭുവല്ല മോനെ, പിശാച് ഇതുപോലെ തന്നെയുള്ള തന്ത്രങ്ങൾ നമ്മെ തകർത്ത് കളയുവാൻ, നാം ആ വാഗ്ദത്തത്തിൽ നിൽക്കാതിരിക്കുവാൻ, നാം അത് പ്രാപിച്ചെടുക്കാതിരിക്കുവാൻ, ദൈവം നമ്മിൽ കൂടി ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നതും നമ്മിൽ കൂടി ദൈവം ചെയ്തെടുക്കാതിരിക്കുവാൻ നമ്മെ ഇതുപോലെ തകർത്ത് കളയുവാൻ പ്രലോഭനമായി നിൽക്കുന്ന ഒരു പ്രലോഭന ശക്തി എന്നുണ്ട്. कई सारे अभिलाषाओं को ऐसे ही बार बार ले आएगा शैतान. क्यों? ताकि मैं और आप परमेश्वर बोलने वाले वायदों की ओर प्रवेश ना करें. इसलिए ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകമാണ് എലീശ പ്രാപിച്ചത്. एलिया का 2 गुना अभिषेक एलिशा प्राप्त ഇനി किया. എലീശയുടെ കൂടെ ഒരുവനുണ്ടായിരുന്നു ഗേഹസി. एलिशा के साथ एक था गेहसी. അങ്ങനെ പോകുവാണെങ്കിൽ നമ്മൾ ന്യായമായി മനുഷ്യർ ചിന്തിച്ചാൽ ഗേഹസി ഇനി എലീശയ്ക്ക് ശേഷം പ്രവാചകനായി ഇരട്ടിപ്പങ്ക് അഭിഷേകത്തോടു കൂടി ശുശ്രൂഷിക്കണം. सोचना है तो एलिशा के बाद गेहसी अभी वो अधिक सामर्थ्य से सेवा करना है. പക്ഷേ ഗേഹസിക്കകത്ത് ദ്രവ്യാഗ്രഹം ഇട്ടു. लेकिन गेहसी की अंदर लालच डाला. ശുശ്രൂഷ തകർന്നു പോയി. सेवकाई उसका टूट गया. ആ ശുശ്രൂഷ പിന്നെ ഉണ്ടോ? കാണാനുണ്ടോ फिर എവിടെയെങ്കിലും? उसको सेवकाई में कहीं देखते हैं. പുതിയ നിയമത്തിൽ പിന്നെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു. पौलुस नए नियम में कहता है 2 തിമോത്തിയോസ് 4:10 2 തിമോത്തിയോസ് 4 उसका 10 ദേമാസ് ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് എന്നെ വിട്ടുപോയി. കാരണം എന്നോടുകൂടെ നിൽക്കേണ്ടവനായിരുന്നു, എന്നോടുകൂടെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടേണ്ടതായിരുന്നു, എന്റെ ദർശനത്തിനൊത്ത് നിൽക്കുവാനായി ദൈവം എന്നെ ഏൽപ്പിച്ചതായിരുന്നു. പക്ഷേ അവൻ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ വിട്ടുപോയി. संसार के लिए प्रेम रखने के कारण देमस रहने वाला व्यक्ति मुझे छोड़कर चले गया. 2 തിമോത്തി 2:18 ഹുമനിയോസും വിലാത്തോസും ഉപദേശ പെശക മുഖാന്തരം തെറ്റിപ്പോയത് കാണുന്നു. 2 തിമോത്തി 2 उसका 18 हुबनियोस और एक और व्यक्ति जो है उपदेश की गलती के कारण या उपदेश की उपदेश के कारण वो चले गए. 1 തിമോത്തി 1:19 അലക്സാണ്ടറും ഹുമനിയോസും നല്ല മനസാക്ഷി, അവരുടെ വിശ്വാസം, ആ മനസാക്ഷി, നന്മ പ്രവൃത്തി, നല്ലത് അത് വിട്ടുകളഞ്ഞത് കൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന് കാണുവാൻ കഴിയുന്നു. पहले तिमोती 1 उसका 19 में हुमनियोस और अलेक्जेंडर
कारण जो है अच्छे उनका विश्वास और भलाई का मन छूट जाने के कारण वे लोग भी पीछे हो गए। ഇതൊക്കെ വായിച്ചു നിന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി മുഖാന്തരമാണ് വാക്യങ്ങൾ പറഞ്ഞു വിട്ട് ഞാൻ മുൻപോട്ട് പോകുന്നത്. समय की कमी के कारण इन वाक्यों को बोलकर मैं आगे बढ़ रहा हूं। അപ്പം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതോ നാം പ്രാപിക്കണം, നമ്മിൽ കൂടി ദൈവം ചെയ്തെടുക്കണം ആഗ്രഹിക്കുന്നതോ പ്രാപിക്കാതിരിക്കുവാൻ തക്കവണ്ണം പല രീതിയിൽ പൈശാചിക ശക്തികൾ നമുക്കെതിരെ പോരാടും. हम परमेश्वर की ओर से प्राप्त करने वाले बातें प्राप्त ना करने जैसा शत्रु हमारे जीवन के अंदर कई अभिलाषाओं को ले आएगा। പക്ഷേ വാഗ്ദത്തം പ്രാപിച്ച ഒരു ദൈവ പൈതലോ, लेकिन वायदा प्राप्त किया वो परमेश्वर की അത് संतान പ്രാപിച്ചെടുക്കുവാനായി वो प्राप्त करने के ഈ लिए ശക്തിക്കെതിരെ, ഈ വാഗ്ദത്തത്തിനെതിരെ നിരന്തരം പോരാട്ടം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ये शक्ति के खिलाफ निरंतर लड़ाई आत्मा में करना है। അതെങ്ങനെ ചെയ്യുവാൻ പറ്റും? वो कैसे कर सकते हैं? ഇനി ഒരു ദർശനം അല്ലെങ്കിൽ സ്വപ്നം അല്ലെങ്കിൽ ഒരു പ്രവചനം ദൈവം പറഞ്ഞു വന്നിരിക്കട്ടെ നിങ്ങളെ एक കുറിച്ച്. दर्शन, एक सपना का परमेश्वर ने आप लोगों को कहा है। सोचो, ഉദാഹരണം പറയാൻ ഞാനോ, एक उदाहरण बोलूं। ഒരു കുഞ്ഞിനോട് തന്റെ ഭാവിയിൽ നടക്കേണ്ടുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് ദൈവം ഒരു ദൂത് പറഞ്ഞിരിക്കട്ടെ. शायद परमेश्वर ने एक संतान की ओर, एक संतान को या एक बच्चे को उसका भावी में होने वाला, भविष्य में होने वाला पढ़ाई के बारे में बोला होगा। सोचो, ഇത് കേൾക്കുമ്പോൾ ഇതുപോലെ പ്രവചനം കേട്ട അനേകരുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. भविष्यवाणी बोले हुए सुने हुए अनेक लोग हैं, आप लोग ध्यान करो। നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ എന്ത് പഠിത്തം ദൈവം അങ്ങനെ അരുളി ചെയ്യും. आपके भविष्य में आप क्या पढ़ेंगे या कैसा होगा, അത് അരുളി ചെയ്തിരിക്കട്ടെ. परमेश्वर बोला है कि सोचो। സാഹചര്യങ്ങൾക്കനുസരിച്ചോ परिस्थिति के अनुसार വാഗ്ദത്തം കേട്ട നിങ്ങൾ वायदा सुने हुए നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് आपकी स्वयं बुद्धि से എനിക്കിതിനെ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇതിനെ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ मैं इतना ही कर सकता हूं करके अगर आप बोलने से ആ വാഗ്ദത്തം നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. वायदा आप प्राप्त नहीं कर पाओगे। പക്ഷേ അങ്ങനെയുള്ള ചിലതിനെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് നിർത്തുമെന്നുള്ളത് സത്യമാണ്. लेकिन ऐसे कईयों को परमेश्वर वापस अपने वायदा में ले भी आता है, वो भी एक सच्चाई ഇത് है। കേൾക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാകുന്നുണ്ട്. ये जब सुनते हैं तो कई लोगों को ചില समझ में आ रहा വർഷങ്ങൾക്ക് മുന്നമേ है। कई सालों पहले ആ ഒരു കുഞ്ഞ് 8ലോ മറ്റോ പഠിക്കുമ്പോഴോ एक बेटी 8वीं क्लास में जब थी, ആ കുഞ്ഞിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം തന്റെ ഭാവിയെ കുറിച്ച്, അതിന്റെ ഭാവി പഠിത്തത്തെ കുറിച്ച് പറഞ്ഞു. वो बेटी को परमेश्वर ने अपने भविष्य के पढ़ाई के बारे में അത് ദൈവം ഒരു बोला। വെളിപ്പാട് തന്നെ പറഞ്ഞത്. वो परमेश्वर ने एक दर्शन के ആ तौर पर കുഞ്ഞ് बोला। നിൽക്കുന്ന ആ ഇട്ടിരിക്കുന്ന വസ്ത്രം അവൾ പിന്നത്തിൽ ചെയ്യാൻ പോകുന്ന ജോലിയുടെ അന്നൊരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞൊരു ദർശനം, ഒരു വെളിപ്പാട് സംസാരിക്കുന്നത്. वो जब बच्ची ही थी या जब बेटी ही थी कि वो भविष्य में क्या क्या पहनेगी, क्या उसका प्रोफेशन होगा, अगर ये परमेश्वर की आत्मा ने कहा। കാലത്തിന്റെ പോക്കിൽ समय के चलते സാഹചര്യങ്ങൾക്കനുസരിച്ച് परिस्थितियों के बीच എനിക്ക് में ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് സ്വയബുദ്ധിയിൽ തിരഞ്ഞെടുത്തോ मैं ये करूंगी तो अच्छा होगा, अगर ये स्वयं बुद्धि में देखकर അതിനു വേണ്ടി പോയിട്ടും उसके लिए जाने के അതിൽ बावजूद സക്സസ് ആകാതെ उसमें सक्सेस ना होते അതിൽ हुए പരാജയം സംഭവിച്ചു पराजय होकर വാഗ്ദത്തത്തിലേക്ക് മടങ്ങി നിന്നപ്പോൾ, वायदा की ओर जब वापस ആ आए, ദൈവിക വാഗ്ദത്തത്തിലേക്ക് മടങ്ങി खुदा വന്നപ്പോൾ के वायदा की ओर जब वापस आए, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നിട്ടും साहित्य ने सभी कुछ खिलाफ होने പ്രതികൂല के बावजूद സാഹചര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് परमेश्वर ने अनुकूल ആ कर വാഗ്ദത്തത്തെ പ്രാപിച്ചെടുത്ത वायदे को प्राप्त ആ करने जैसा വാഗ്ദത്തം അനുഗ്രഹമാകുവാൻ और वो वायदा अनुग्रह बनने के കർത്താവ് लिए കൊണ്ടുവന്ന അനുഭവമുള്ളവരല്ലേ ഇന്ന് എന്നെ കേൾക്കുന്നത്. परमेश्वर ले आया हुआ अनुभव रहने वाले लोग हैं ना आप लोग। ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി ध्यान से सुने, ഞാനൊരു വലിയ ആശയം കൈമാറാൻ പോവുകയാണ്. मैं आपको एक बात समझाऊं। ഞാൻ വീണ്ടും ഉൽപ്പത്തിലേക്ക് മടങ്ങി വരാം. उत्पत्ति में आए, ഹാബേലിൽ കൂടി ദൈവം ചെയ്തെടുക്കുമെന്ന് പിശാചിന് മനസ്സിലായപ്പോൾ हाबेल के द्वारा परमेश्वर करना चाहेगा, अगर जब शैतान को समझ में आया, ഹാബേലിനെ ദുഷ്ടനിൽ നിന്നുള്ളവൻ കൊന്നുകളഞ്ഞു കയ്യൻ. हाबेल को कैन के जरिए शैतान ने मार डाला। പക്ഷേ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും നിൽക്കുമ്പോൾ, लेकिन 4वीं अध्याय में जब वापस आते हैं, അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടോ? अंतिम वाक्य में हम इस प्रकार पढ़ते हैं। 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവരുടെ മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന പേരിട്ടു. आदम अपनी पत्नी के पास फिर गया और उसके एक पुत्र को जन्म दिया और उसका नाम यह कह के शेत रखा कि परमेश्वर ने मेरे लिए हाबील के बदले जिसको कैन ने घात किया एक और वंश ठहराया है। ശേത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഓൾട്ടർനേറ്റീവ് എന്നാണ്. शेत
का नाम का अर्थ है ऑल्टरनेटिव। പിശാച് ചിന്തിച്ചു ഹാബേലിനെ കൊന്നത് കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടത്തില്ലെന്ന്. सोचा हाबेल को मारने के कारण परमेश्वर का वायदा पूरा नहीं പക്ഷെ होगा। പിശാചിന് അറിയത്തില്ല, God is sovereign God. He is always what he pronounced, he will come to pass it. शैतान नहीं जानता कि परमेश्वर एक सभी को जानने वाला सर्वव्यापी परमेश्वर, जो वो कहता है वो पूरा होगा। Praise the Lord. Hallelujah. ശേത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഓൾട്ടർനേറ്റീവ് എന്നാണ്. शेत रहने वाला शब्द का अर्थ ही It ऑल्टरनेटिव means है। God is having always an alternative plan. मतलब परमेश्वर को हमेशा एक प्लान है। ശ്രദ്ധിച്ച് കേൾക്കണമേ. ध्यान से सुने। യഹൂദ ജാതിയെ കൊന്നുകളയുവാനായി ഹാമാൻ പദ്ധതി ഒരുക്കി. यहूदियों को मार डालने के लिए हामान ने अपना प्लान को रचा। ഭൂമിയിൽ നിന്ന് തുടച്ചു കളയുവാൻ ഹാമാൻ പദ്ധതി ഒരുക്കി. भूमि से ही उसको निकालने के लिए हामान ने प्लान रखा। പക്ഷേ ഹാമാൻ ഈ പദ്ധതി ഒരുക്കുമെന്നറിഞ്ഞവനായ പിതാവായ ദൈവം വസ്തിയെ മാറ്റി എസ്തറിനെ അവിടെ കയറ്റി. लेकिन हामान ये प्लान करेगा करके जानने के कारण ही वस्ती को दूर करके एस्तर को കാരണം परमेश्वर ने रखा। ഹാമാൻ രാജാവിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് രാജാവിന്റെ മുദ്രമോദം വാങ്ങിച്ച ഹാമാൻ ചെയ്യുമെന്ന് അറിയാവുന്ന ആ ദൈവം വസ്തിയെ മാറ്റി അതേ രാജകൊട്ടാരത്തിൽ ഹാമാനേക്കാൾ ഉയർന്ന പൊസിഷനിലേക്ക് എസ്തറിനെ കൊണ്ടുവന്നു. इसलिए परमेश्वर ये जानकर कि हामान इस प्रकार के काम अपने बच्चों के, अपने परमेश्वर के संतानों के खिलाफ करेगा, खुदा परमेश्वर ने वस्ती को दूर कर हामान से भी बड़े पोजीशन में एस्तर को ले आया। കാരണം യഹൂദനിൽ നിന്നാണ് യേശു ജനിക്കേണ്ടത്. क्योंकि यहूदी की ओर से यीशु मसीह को पैदा होना അത് है സംഭവിക്കാതിരിക്കുവാൻ और वो ना होने के അവിടെ लिए വരെ യഹൂദൻ അവിടെ വരെ ആയപ്പോൾ പിശാച് ഹാമാനെ കരങ്ങളുടെ അടുത്ത് ഭൂമിയിലുള്ള യഹൂദജാതി മുഴുവൻ തുടച്ചു നീക്കുവാൻ പദ്ധതി ഇട്ടപ്പോൾ एस्तर के पुस्तक के अंदर हम जानते हैं कि शैतान हामान को हाथ में लेकर परमेश्वर के संतान को नाश करने के लिए जब चाहा, അവിടെ യഹൂദനെ വിടുവിക്കുവാൻ രാജകൊട്ടാരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഒരു അഡ്രസ് പോലും പരിമല്ലാത്ത എസ്തർ എന്നൊരു സ്ത്രീയെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. वहां पर उस समय पर राजमहल तक लेके आकर परमेश्वर ने एस्तर नाम की एक स्त्री को उपयोग किया। പക്ഷെ സമയമായപ്പോൾ എസ്തർ പറഞ്ഞു, जब समय हुआ तो एस्तर ने बोला എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞു. मुझसे शायद नहीं हो पाएगा। ഹാമാന്റെ ചോദ്യം, हामान का सवाल, യഹൂദന് രക്ഷയുണ്ടാകും, मोर्देक യഹൂദ ജാതിക്ക് രക്ഷയുണ്ടാകും, यहूदा जाति को जरूर उद्धार होगा। നീ രാജാവിന്റെ അടുക്കൽ പോയി പറഞ്ഞില്ല എങ്കിൽ ദൈവം ഓൾട്ടർനേറ്റീവ് ആളെ എഴുന്നേൽപ്പിക്കും. मोर्देकाई ने इस प्रकार कहा कि अगर तुम राजा के पास नहीं जाने से परमेश्वर ऑल्टरनेटिव प्लान ले आएगा। ഓൾട്ടർനേറ്റീവ് ആളെ എഴുന്നേൽപ്പിക്കുന്ന മോർദെഖായിയുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? और मोर्देकाई के उस शब्दों से हम वो बातों को समझ सकते हैं। ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ട് ദൈവത്തിന് എപ്പോഴും. परमेश्वर को एक ऑल्टरनेटिव प्लान है। നിനക്കും നിന്റെ കുടുംബത്തിനും എന്തായി തീരും, लेकिन तुम और तुम्हारे परिवार को क्या നിന്റെ होगा, പിതൃഭവനത്തിന് എന്തായി तुम्हारे തീരും, भवन को क्या होगा, ദൈവം അവനെ രക്ഷിക്കും परमेश्वर बचाएगा। എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഒരു വാഗ്ദത്തം നിവർത്തീകരിച്ചെടുക്കുവാൻ ഒരു ദർശനം കൈമാറിയാൽ നാം അതിന് നിന്നുകൊടുത്തില്ല എങ്കിൽ ദൈവം വേറെ ഒരാളെ അതിനു വേണ്ടി എഴുന്നേൽപ്പിക്കും. हम अगर परमेश्वर के प्लान के साथ, खुदा के लोगों के साथ खड़े नहीं होंगे तो परमेश्वर दूसरों को खड़ा करेगा। लेकिन आपके साथ क्या होगा? കാരണം ദൈവത്തിന് ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ല. क्योंकि परमेश्वर कभी भी हारेगा नहीं। ഹാബേലിനെ കൊന്നതുകൊണ്ട് ദൈവിക പദ്ധതി പരാജയപ്പെട്ടില്ല. हाबेल को मार डालने के कारण परमेश्वर का प्लान वहां पर हारा नहीं। നിങ്ങൾക്കറിയാമോ, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ഒന്ന് വായിച്ചോളണം. लूका सुसमाचार 3 अध्याय घर पे जाके ഈ 3-ാം അധ്യായത്തിൽ യേശുവിന്റെ വംശാവലിയെ കുറിച്ചോ ആദം മുതൽ ഇങ്ങോട്ടുള്ള വംശാവലിയെ കുറിച്ചോ ലൂക്കോസ് എന്ന ചരിത്രകാരൻ വൈദ്യൻ വളരെ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ടോ? लूकोस ने अपने चरित्र के, अपने उस पुस्तक के अंदर यीशु के ऊपर से, आदम की ओर से वो जीनियोलॉजी लिखा है। സോ യേശുവിൽ നിന്ന് താഴോട്ടാണ് ആദം വരെ വന്ന് നിൽക്കുന്നത്. यीशु की ओर से फिर आदम की ओर से लेके आकर यीशु तक आप पहुंचाते हैं। യേശുവിൽ നിന്ന് ആദം വരെയാണ് വന്ന് നിൽക്കുന്നത്. यीशु से आदम की ओर ले आते हैं। സോ അത് തിരിച്ചു 38-ാമത്തെ വാക്യം പറയുന്നത് 38 वाक्य कहता है, അതാണ് അവസാനം പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. वही अंत का वाक्य में ആദാമിന്റെ ദൈവത്തിന്റെ മകൻ ആദാം, परमेश्वर का संतान आदम, ആദാമിന്റെ മകൻ ശേത്ത്, आदम का संतान शेत, ശേത്തിന്റെ മകൻ എനോശ്. शेत का बेटा एनोश। Praise the Lord. हालेलुया। അപ്പൊ ദൈവം ശേത്തിനെ എഴുന്നേൽപ്പിച്ചു. परमेश्वर शेत को खड़ा किया। ശേത്തിൽ നിന്ന് പിശാചിന്റെ തലയെ തകർക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ और शेत के संतान में से परमेश्वर ने अगर शैतान को कुचलने के ഇന്ന് लिए संतान खड़ा ഇന്ന് പകൽ വിളിച്ചു किया പറയട്ടെ, तो आज सुबह मैं बोलूं, ദൈവിക പദ്ധതിയിൽ ഞാനും നിങ്ങളും നിന്നുകൊടുത്തില്ല എങ്കിൽ ദൈവം പരാജയപ്പെടത്തില്ല. ദൈവം ഒരു ആൾട്ടർനേറ്റീവ് എപ്പോഴും
കണ്ടിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. परमेश्वर के प्लान में अगर मैं और आप खड़े नहीं होंगे तो मेरे प्रियो, खुदा परमेश्वर ने एक ऑल्टरनेटिव प्लान को देखा है. സഭയ്ക്ക് കൈമാറിയ ദർശനത്തിനകത്ത് कलीसिया को दिया वो दर्शन की तौर എന്നെ पर കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിന്നില്ല എങ്കിൽ मुझे सुनने वाले लोगों, आप लोग खड़े नहीं ഈ होने से, ദർശനത്തിലൊത്ത് നിൽക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ये दर्शन के साथ खड़े होने वाले കാരണം लोगों को खुदा खड़ा ദൈവിക करेगा. പ്ലാനുകള് क्योंकि परमेश्वर की അത് प्लान പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. पराजय होने के लिए खुदा अनुमति नहीं ഇന്ന് करेगा. പകൽക്കാലത്തിലെ ആശയങ്ങൾ ദൈവസഭ കൈമാറുവാൻ आज ये आशय को खुदा के चरणों में देने के ദൈവം लिए ഇടയാക്കിയ ഓർ ദൈവത്തെ സ്തുതിക്കുകയാണ്. मैं धन्यवाद करता ഇന്ന് हूँ. പകൽക്കാലം വാഗ്ദത്തം കേൾക്കുന്നവരല്ല, वायदा सुनने वाले लोग नहीं, വാഗ്ദത്തം പ്രാപിക്കുന്ന ഒരു वायदा തലമുറയെ प्राप्त करने वाले एक ദൈവം पीढ़ी. എഴുന്നേൽപ്പിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. परमेश्वर खड़ा करे करके मैं प्रार्थना करूं. ഒരാശയങ്ങൾ പറഞ്ഞു നിർത്തിയേക്കാം. मैं एक और बात बोलूं. മോശയെയാണ് ദൈവം വാഗ്ദത്തമായ കനാനിൽ കൊണ്ടുപോകുവാൻ തെരഞ്ഞെടുത്തത്. मूसा को परमेश्वर वायदा की भूमि कनान में ले जाने के लिए परमेश्वर ने चुना. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാൻ മോശയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ പോകുന്നത്. मूसा के बारे में जो बोलना चाहता हूं ध्यान से പക്ഷെ सुनिए. നമുക്കൊരു കാര്യം അറിയാമല്ലോ, लेकिन हम जानते हैं മോശ വാഗ്ദത്ത ദേശത്തെത്തിയില്ല. मूसा वायदा के भूमि में नहीं ദൈവം पहुंचा. അടുത്ത യോശുവയെ എഴുന്നേൽപ്പിച്ചു. परमेश्वर ने यहोशू को खड़ा किया. എന്താണ് അതിന്റെ കാരണമുണ്ടോ? कारण क्या है? ഒരു പ്രാവശ്യം മോശയോട് ദൈവം പറഞ്ഞു പാറയെ അടിക്കുവാൻ. परमेश्वर ने एक बार मूसा से कहा कि उस चट्टान को मारो. അടുത്ത പ്രാവശ്യം ദൈവം പറഞ്ഞു കൽപ്പിക്കുവാൻ. अगले बार बोला सिर्फ बोलो. എന്നാൽ അടുത്ത പ്രാവശ്യവും മോശ പഴയ എക്സ്പീരിയൻസ് വെച്ച് അടിച്ചു. लेकिन अपने पुराने एक्सपीरियंस रखकर चट्टान को मारा. മോശയോട് ദൈവം പറഞ്ഞു നീ വാഗ്ദത്ത ദേശത്തെത്തത്തില്ല. मूसा से खुदा ने बोला तू वायदा की भूमि में യോശുവയെ नहीं എഴുന്നേൽപ്പിച്ചു. करेगा. यहोशू को खड़ा किया. ദൈവത്തിന് അല്പം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രം. लेकिन थोड़ा समय डिले हुआ. 11 ദിവസം കൊണ്ട് എത്തേണ്ട വാഗ്ദത്ത ദേശത്ത് 40 വർഷം കൊണ്ട് എത്തിച്ചേർന്നുള്ളത് മാത്രം. मेरे प्रियो, जो लोग 11 दिन में पहुंच सकते थे 40 साल में पहुंचे. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, सुनने वाले मेरे प्रियो, ദർശനത്തിന് ഒരു അവധിയുണ്ട്. आपके दर्शन को एक टाइम അത് पीरियड है. താമസിച്ചാലും വരും നിശ്ചയോ. देर होने से भी होगा ദൈവസഭയുടെ निश्चय. ഒരു വാഗ്ദത്തമുണ്ട്. परमेश्वर की कलीसिया का एक वायदा കുടുംബങ്ങളുടെ ഒരു है. വാഗ്ദത്തമുണ്ട്. घरों में एक वायदा है. ഇവിടെ ഒരു തലമുറ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ यहाँ पर एक पीढ़ी खड़ा होगा ഈ बोलने से, കേൾക്കുന്ന തലമുറയ്ക്കകത്ത്, ये कलीसिया के पीढ़ियों ഇപ്പോൾ में എന്നെ से, കേൾക്കുന്ന തലമുറയ്ക്കകത്ത് सुनने वालों में से പ്രയോജനപ്പെടേണ്ട തലമുറ എഴുന്നേറ്റില്ല എങ്കിൽ उपयोगी होने वाला पीढ़ी खड़ा नहीं അടുത്തൊരു होने से തലമുറയിലേക്ക് अगला एक पीढ़ी खड़ा തുറന്നു होगा. വീഴുവാൻ ഈ തലമുറയിലേക്ക് पैदा होने वाला पीढ़ी खड़ा ദൈവം ഈ होगा. ദർശനത്തെ കൈമാറും. परमेश्वर अपने दर्शन को അതുകൊണ്ട് ഇന്ന് देगा. പകൽക്കാലം इसलिए आज सुबह ദൈവിക ദർശനത്തിലേക്ക്, खुदा के दर्शन में ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് खुदा के वायदा में ഒരു തലമുറ കടന്നു നിൽക്കുവാൻ एक वायदा खड़े होने ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. आत्मा में कहता हूँ. ആശയം മനസ്സിലായോ? समझ में आ रहा है आपको? ആശയം മനസ്സിലായോ? Praise the Lord. ദൈവമക്കൾ, നമുക്കൊന്ന് ചിന്തിക്കാം, ഈ ആശയങ്ങൾ ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता God करे. bless you.